നാരായണ 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 ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഓ ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ മാനാതീത ഗുണാകരാ സുമനസാമഗ്രേ സരശ്രീപതി ധ്യാനാവസ്ഥിതേന മനസാ പശ്യ മാനാതീത ഗുണാകരാ സുമനസാമഗ്രേ സരശ്രീപതി ധ്യാനാവസ്ഥിത മാനസ പരിണത പ്രജ്ഞ പ്രകൃഷ്ടാശയ നാനാശാസ്ത്ര വിശാരദ പ്രണിപതൽ ഭക്തവ്രജൈരാവൃത ജ്ഞാനാനന്ദയതീശ്വരോ വിജയതേ സൗജന്യരത്നാകര മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ബാലകൃഷ്ണം പരം ഗുരും വാഗീശാദ്യാസു മനസാം സർവാർത്ഥാനാമുപക്രമേ യത്നത്വാ കൃതകൃത്യാസ്യുസ്തം നമാമി ഗജാനനം ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീ അക്ഷമാലാം ദദാനാം ഹസ്തേനൈകേന പത്മം ചിതമപി ച ശുകം പുസ്തകം ചാപരേണാം ഭാസാം കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാ ഭാസമാനാ സമാന സാമേ വാഗ്ദേവതേയം വിമസതു വദനേ സർവദാ സുപ്രസന്ന ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ ഓം ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട്ടേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്തൂരയ തേജോവാരിമൃതാം യഥാ വിനിമയോ യത്ര സർഗോ മൃഷ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി ധർമ്മപ്രോജ്ജിതകൈതപോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവം അത്ര വസ്തുശിവതം താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യപരുദ്ധ്യതേത്ര കൃതിഭിः ശുശ്രൂഷുഭിത്തക്ഷണായ നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുധം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയ യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹ കാതര ആജുഹാവാ പുത്രേതി തന്മയതയാതര ഭൂപിനേദുസ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി യസ്വാനുഭാവമഖില ശ്രുതിസാരമേകമധ്യാത്മദീപമതിഥിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാവരുണേന്ദ്ര രുദ്രമരുതസ്തുന്വന്തി ദിവ്യൈസ്തവൈർവേദൈ സാംഗപദക്രമോപനിഷദൈർഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിതതദ്ധ്രേണ മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തന്ന വിദുഃ സുരാസുരഗണാ ദേവായ തസ്മൈ നമഃ കോമളം പൂജയൻ വേണം ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ ഭൂതൈർമഹദ്ഭിജയിമാ പുരോ വിഭുർനിർമായ ശേതേ യതമോഷു പൂരുഷ ഭുക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക കോലൻ ഋഷിഷ്ട ഭഗവാൻ വജാംസി മേ ഓം നമോ ഭഗവതേ വാസുദേവായ
ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹര ഹര നമ പാർവതീപതേ. ഹര ഹര മഹാദേവ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീകൃഷ്ണായ നമോ നമഃ. സജ്ജനങ്ങൾക്ക് എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ചില സാങ്കേതികമായിട്ടുള്ള കാരണങ്ങളെ കൊണ്ട് കുറച്ച് വൈകി നമുക്കിന്ന് ഈ ക്ലാസ് തുടങ്ങാൻ. അതെല്ലാവരും സജ്ജനങ്ങൾ സദയം ക്ഷമിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം യാദവന്മാർക്ക് കിട്ടിയ ബ്രാഹ്മണ ശാപത്തെ കുറിച്ചാണ് അനുസ്മരിച്ചത്. വിനാശകാലെ വിപരീത ബുദ്ധി എന്ന ആ ഭാവം അനുസരിച്ച് യാദവന്മാർക്ക്, യാദവ കുട്ടികളില് യുവാക്കന്മാരായിരിക്കുന്നവര് ഋഷിമാരെ ഒന്ന് പരിഹസിച്ചതാണ്. എപ്പോഴും ഭഗവാനോട് ചെയ്യുന്ന അപരാധം ക്ഷമിച്ചു എന്ന് വരാം. പക്ഷേ ഭക്തന്മാരോട് വല്ല അപരാധം ചെയ്താൽ അതൊരിക്കലും ഭഗവാൻ ക്ഷമിക്കില്ല എന്നാണ്. അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് ഭഗവാന്റെ ഇച്ഛ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതോട് കൂടിയിട്ട് ബ്രാഹ്മണ ശാപം കിട്ടി യാദവന്മാർക്ക് എന്നാണ്. സാമ്പൻ ഒരു ഇരുമ്പൊലയ്ക്ക് പ്രസവിക്കട്ടെ എന്നാണ് പറഞ്ഞതുപോലെ സംഭവിച്ചു. കാരണം സത്യസങ്കല്പന്മാരായിട്ടുള്ള മഹാത്മാക്കളുടെ വാക്കുകൾ ഒരിക്കലും വ്യർത്ഥായി തീരില്ല എന്നാണ്. സാമ്പന്റെ വേഷമൊക്കെ അഴിച്ചു വെച്ചപ്പോഴാണ് അത് ഒരു ഇരുമ്പ് തണ്ട് കിട്ടുന്നത്. അതുകൊണ്ട് ആ ഇരുമ്പ് തണ്ടുമായിട്ട് യാദവ സഭയിൽ ചെന്ന് ഉഗ്രസേന മഹാരാജാവിനെ കാര്യം ധരിപ്പിച്ചു. ഉഗ്രസേന മഹാരാജാവ് എന്താ ചെയ്തത്? ഈ ഇരുമ്പ് രാഗി പൊടിച്ച് സമുദ്രത്തിൽ കലക്കൂ എന്നാണ്. അപ്പൊ പിന്നെ അതിനെ കൊണ്ടുള്ള ശല്യം ഉണ്ടാവില്ലല്ലോ എന്നാണ്. അങ്ങനെ ഇരുമ്പ് രാഗി പൊടിച്ച് സമുദ്രത്തിൽ കലക്കി. അതൊക്കെയാണ് പിന്നെ ഏരകപ്പുല്ലുകളായിട്ട് പ്രഭാസ തീർത്ഥക്കരിയിൽ മുളച്ചു പൊന്തിയത് എന്നും, ആ ഏരകപ്പുല്ലുകളിൽ കിടന്ന് ഉരുണ്ടിട്ട് അതൊക്കെ ശരീരത്തിൽ കുത്തിക്കേറി അസ്ത്രത്തെക്കാൾ മൂർച്ചയുള്ളതായിട്ട് തീർന്നു. അതോടുകൂടെ അതിൽ നിന്ന് രക്തം വാർന്ന് ഒഴുകിയിട്ടാണ് യാദവന്മാരൊക്കെ നശിക്കുന്നത് എന്നാണ്. ഇത് കേട്ടാൽ നമുക്ക് തോന്നും ഇതൊക്കെ അതായത് സംഭവിക്കുന്നതാണോ എന്നാണ് സംശയം തോന്നുക. ഇതൊക്കെ ഭഗവാന്റെ ഇച്ഛയാണ്, അതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ സംശയത്തിന് ആ വഴിയൊന്നുമില്ല. പിന്നെ മറ്റൊന്ന്, അതായത് ഈ ലോഹം എന്ന് പറയുന്നത്, ഇരുമ്പ് ഒരു ലോഹമാണല്ലോ. മണ്ണ് കട്ടിപ്പിടിച്ച് പാറയാകണോ, പാറ കട്ടിപ്പിടിച്ച് ലോഹമാകണോ എന്നൊക്കെയാണല്ലോ ഇന്ന് ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ നിലയ്ക്ക് വെച്ച് നോക്കുകയാണെങ്കിലും ഇത് സംഭവിക്കുന്നത് തന്നെയാണ്, സംശയമൊന്നും വേണ്ട. കാരണം മണ്ണ് കട്ടിപ്പിടിച്ച് ലോഹമായി. ഇനി ലോഹം അതിനെ പഴയ ഭാവത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് മണ്ണായിട്ട് തീരും. മണ്ണ് തന്നെയാണ് ഏരകപ്പുല്ലുകളായിട്ടിരിക്കുന്നത്. അത് ശാപം വലിക്കാറായ സമയത്ത് അസ്ത്രത്തെക്കാൾ മൂർച്ചയുള്ളതായിട്ട് തീർന്നു എന്നാണ്. അങ്ങനെ അതിൽപ്പെട്ടാണ് യാദവന്മാരൊക്കെ നശിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ബ്രാഹ്മണ ശാപത്തെ കുറിച്ചൊന്ന് പറഞ്ഞു വെച്ച ശേഷം ഇനി നാരദ മഹർഷി വസുദേവരുടെ ഗൃഹത്തില് നാരദൻ കൂടെ ദ്വാരകയിൽ ചെന്ന് താമസിക്കും. ആ ദ്വാരകയില് നാരദൻ താമസിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് ശാപം ഒന്നും ബാധകമല്ല. കാരണം ഭഗവാന്റെ സാന്നിധ്യത്തിൽ എന്ത് ശാപം? ശാപവും അനുഗ്രഹവും ഒന്നും ഭഗവാന്റെ സാന്നിധ്യത്തിൽ വിലപ്പൂല്ല എന്നാണ്. കാരണം ഭഗവാൻ അവിടെ എന്തുകൊണ്ടും തൻ്റെ ഭക്തന്മാരെ രക്ഷിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ആ ദ്വാരകയില്. അപ്പൊ ശ്രീനാരദ മഹർഷി ഭഗവാനെ കാണാനും ഭഗവാനെ ഉപാസിക്കാനും, ഭഗവാനെ ഉപാസിക്കുന്നതിൽ നിന്ന് അന്യമായിട്ട് നാരദന് വേറൊരു ഭാവവും ഇല്ല. അതുകൊണ്ട് നാരദന്റെ ലോകസഞ്ചാരം മുഴുവൻ ഭഗവത് അനുഗ്രഹമായിട്ടാണ് മാറുക. ലോകത്തെ അനുഗ്രഹിക്കുകയാണ് ശ്രീനാരദ മഹർഷി. ഇപ്പൊ ദ്വാരകയിൽ താമസിക്കുന്ന സമയത്താണ് ഒരു ദിവസം യാദൃച്ഛികമായിട്ട് വസുദേവരുടെ കൊട്ടാരത്തിലേക്ക് കയറി ചെന്നു എന്നാണ്. വസുദേവര് ശ്രീനാരദ മഹർഷിയെ വേണ്ടതുപോലെ സൽക്കരിച്ച് സ്വീകരിച്ചിരുത്തി അദ്ദേഹത്തെ പൂജിച്ചു, അദ്ദേഹത്തെ നമസ്കരിച്ചിട്ട് അദ്ദേഹം പറയുകയാണ് വസുദേവര്, അല്ലയോ മഹർഷി, അങ്ങയുടെ ഈ യാത്ര ഭഗവൻ ഭവതോ യാത്ര സ്വസ്ഥയെ സർവദേഹിനാം കൃപണാനാം യഥാപിത്രോൽ ഉത്തമ ശ്ലോകവത്മനാം. അച്ഛനമ്മമാര് മക്കളെ കാണുക, അത് അവർക്ക് ക്ഷേമമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെയാണ് ശ്രീനാരദ മഹർഷിയുടെ യാത്ര. ലോകത്തിന് മുഴുവൻ ക്ഷേമമുണ്ടാവാൻ വേണ്ടിയിട്ടാണ്, സ്വസ്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉത്തമ ശ്ലോകനായിട്ടുള്ള ഭഗവാനെ ഭജിക്കുന്ന അവിടുന്ന് ഇങ്ങനെ എല്ലായിടത്തും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ സാധാരണ ഈ ദേവന്മാരുടെ ദർശനം അല്ലെങ്കിൽ ദേവന്മാരെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ദേവന്മാര് അവരെ ആശ്രയിക്കുന്നവരെ, അവരെ ഭജിക്കുന്നവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ഫലം കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ. ഭജിക്കാത്ത ആളുകൾക്ക് കൊടുക്കില്ല. അത് ദേവന്മാരുടെ സ്വഭാവമാണ്. പക്ഷേ
സാധുക്കളായിട്ടുള്ള ആളുകൾ അങ്ങനെയല്ല. സാധുക്കളുടെ ആ പ്രഭാവം മുഴുവൻ സുഖായൈവഹി സാധൂനാം ത്വാദൃശാം അച്യുതാത്മനാം, അങ്ങയെ പോലുള്ള അച്യുതനൻ മനസ്സ് വെച്ചുകൊണ്ട് നടക്കുന്ന ഭക്തന്മാരായിട്ടുള്ള അങ്ങയുടെ വ്യാപാരം എല്ലാവർക്കും സുഖത്തിന് വേണ്ടിയിട്ടുള്ളത് മാത്രമാണ്. അതുകൊണ്ട് ബ്രഹ്മൻ തഥാപി പൃച്ഛാമോ ധർമാൻ ഭാഗവതാസ്തവ യാൻ സുത്വാ ശ്രദ്ധയോ മർത്യോ മുച്യതേ സർവതോ ഭയാലാണ്. അതുകൊണ്ട് ഹേ ബ്രഹ്മൻ, ഭഗവത് പ്രീതിക്ക് കാരണമായിട്ട് തീരുന്ന ധർമ്മങ്ങളെ കുറിച്ച് ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ്. മനുഷ്യൻ ഏത് ധർമ്മത്തെ അനുഷ്ഠിച്ചാലാണോ എല്ലാ ഭയത്തിൽ നിന്നും മോചിതനാകുന്നത്, അതൊന്ന് പറഞ്ഞു തരണം എനിക്ക് എന്നാണ് വസുദേവര്. നോക്കൂ, വസുദേവർക്ക് ഇതിനു മുമ്പ് നാരദ മഹർഷി പല ഉപദേശങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇത് കേൾക്കുമ്പോ തോന്നുന്ന നാരദ മഹർഷിക്ക് ഇതുവരെ പറഞ്ഞ ഉപദേശങ്ങളൊന്നും വേണ്ടതുപോലെ ഫലിച്ചിട്ടില്ലല്ലോ എന്നാണ് നാരദ മഹർഷിക്ക് തോന്നുന്നത്. എന്താ വസുദേവൻ പറയണത്? അഹങ്കില പുരാനന്ദം പ്രജാർത്തോ ഭുവി മുക്തിദം അപൂജയെന്ന മോക്ഷായ മോഹിതോ ദേവമായയാ. ഞാൻ പണ്ട് മുജ്ജന്മത്തില് ഭഗവാനെ നന്നായിട്ട് തപസ്സുകൊണ്ട് ആരാധിച്ചു. എന്തിനു വേണ്ടിയിട്ട്? ഭഗവാനെ സന്താനമായിട്ട് അല്ലെങ്കിൽ പുത്രനായിട്ട് കിട്ടണം എന്ന് ആഗ്രഹിച്ചതുകൊണ്ട്. അങ്ങനെ മുക്തിദായകനായിട്ടുള്ള ഭഗവാനെ പുത്രനായിട്ട് കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് ഒരുപാട് കാലം ഭഗവാനെ തപസ്സുകൊണ്ട് ആരാധിച്ചത്. ഭഗവാൻ മുമ്പിൽ വന്നു. എന്നിട്ടും എനിക്ക് ഭഗവാനോട് മോക്ഷം വേണം എന്ന് ചോദിക്കാൻ പറ്റിയില്ല. എന്താ കാരണം? അതാ ജീവിത ലക്ഷ്യം എന്താണെന്ന് എനിക്കറിയില്ല. ആ മാർഗത്തിൽ ഞാൻ കിടന്ന് ഭ്രമിച്ചു. മോക്ഷസ്വരൂപനായിട്ടുള്ള ഭഗവാനെ മുമ്പിൽ കിട്ടിയിട്ട് മോക്ഷം വേണം എന്ന് ചോദിക്കേണ്ടതിന് പകരം പുത്രൻ വേണം എന്നാണ് ഞാൻ ചോദിച്ചത്. ഇതിന്റെ പിന്നില് മോഹിതോ ദേവമായയാ, ഈ മായ, ദേവന്മാരുടെ മായ വല്ലാത്ത ശക്തിയാണ്. മായാശക്തി അത് എന്നെയും ബാധിച്ചു, ദേവന്മാരുടെ മായ എന്ന് പറയുക. അതുകൊണ്ടാണ് ഭഗവാനോട് മോക്ഷം ചോദിക്കാൻ തോന്നാഞ്ഞത് എന്നാണ്. ഇപ്പൊ എനിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഈ ലോകത്തില് ഒന്നുകൊണ്ടും ശാന്തിയോ സമാധാനമോ ആർക്കും കിട്ടില്ല. ഈ ലോകത്തിന്റെ സ്വഭാവം എന്താ? യഥാ വിചിത്ര വ്യസനാൽ ഭവദ്ഭിർവിശ്വതോ ഭയാൽ മുച്യേമ ഹെഞ്ചസൈവാദ്ധ ദദാന ശാതി സുബ്രത. ഈ ലോകത്തില് യഥാ വിചിത്ര വ്യസനാൽ എന്നാണ്. ഇവിടെ വ്യസനം മാത്രമേ ഉള്ളൂ ആളുകൾക്ക്. വ്യസനിക്കേണ്ട കാര്യം ഇല്ലെങ്കിലും ആളുകൾ ഇങ്ങനെ വ്യസനിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെയാ ഈ വ്യസനിച്ച് ഇപ്പോ ആളുകളുടെയൊക്കെ സ്വഭാവം എന്താ അറിയോ? വ്യസനിക്കാതെ ഇരിക്കാൻ വയ്യ എന്നൊരു നിലയിൽ എത്തിയിരിക്കുന്നു എന്നാണ്. അത് അങ്ങനെയാ. ഒരു കാര്യം വന്നാല് പിന്നെ കുറച്ച് കഴിയാതെ കുറച്ച് കൂടുതൽ കാലം നീണ്ടു നിന്നാൽ അത് ശീലമായിട്ട് തീരുന്നതാണ്. പണ്ടൊരു ജ്യോത്സ്യനെ ഒരാൾ ചെന്ന് കണ്ടു. അപ്പൊ അയാൾ പറഞ്ഞു, ജ്യോത്സ്യം പറഞ്ഞു അയാളോട്, അതെ അങ്ങക്ക് 12 കൊല്ലം കഷ്ടകാലാണ് എന്ന്. ഓ, അത് കഴിഞ്ഞാലോ എന്നാണ് പിന്നെ വന്ന ആള്. അല്ല, പിന്നെ അത് കഴിഞ്ഞാൽ അത് ശീലമായിക്കോളുന്നാണ്. അതുപോലെ അപ്പൊ വ്യസനത്തിന്റെ കാര്യവും. വ്യസനിക്കാതെ ഇരിക്കാൻ വയ്യാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ ലോകത്തിലെ ജീവന്മാര്. എന്താ? ഭവദ്ഭിർ വിശ്വതോ ഭയാൽ. ഈ ലോകത്തിൽ എങ്ങു തിരിഞ്ഞാലും ഭയം മാത്രമാണ്. അനേക വിധത്തിലുള്ള ദുഃഖങ്ങളോട് കൂടിയ ഈ സംസാര ഭയത്തില് എപ്പോഴും ഈ ലോകത്തിൽ മുഴുവൻ ഭയം തന്നെയാണ്. എവിടെ തിരിഞ്ഞു നോക്കിയാലും ഭയം. ഭയം ഇല്ലാണ്ട് ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അനേക വിധത്തിൽ ഈ ഭയത്തിന് ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്ന മാത്രമല്ലാണ്ട് ആർക്കും ഭയം ഇല്ലാണ്ട് അതായത് ജീവിക്കാനായിക്കൊണ്ടേ വയ്യ എന്നുള്ള അവസ്ഥയാണ്. എല്ലായിടത്തും ഭയം മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ആ ഭയത്തിൽ നിന്ന് രക്ഷിക്കാൻ നാരദ മഹർഷിയെ പോലുള്ള ആളുകൾക്ക് കഴിയും. മുച്യേമ ഹെഞ്ചസൈവാധ തദാനശാതി സുവ്രത. സുവ്രതന നാരദൻ. അത് അദ്ദേഹത്തിനൊരു വ്രതം. എന്താ വ്രതം? ദുഃഖിക്കുന്ന ആളുകളുടെ പക്കൽ ചെന്ന് അവരെ ആ ദുഃഖത്തിൽ നിന്ന് ശാശ്വതമായിട്ട് മോചിപ്പിക്കുക, എല്ലാവർക്കും സുഖത്തെ കൊടുക്കുക. എങ്ങനെയാ ശ്രീനാരദ മഹർഷി ദുഃഖികളുടെ അടുത്ത് ചെന്ന് അവരുടെ ദുഃഖത്തിൽ നിന്ന് അവർക്ക് ശാശ്വതമായിട്ടുള്ള മോചനം കൊടുക്കുന്നത്? അവിടെ ചെന്ന് ആത്മതത്വത്തെ ഉപദേശിച്ച് നിങ്ങൾ ഈ ശരീരമല്ല ആത്മാവാണ് എന്ന ബോധം ശരിയായിട്ട് അവരിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ദുഃഖമില്ല. അതൊരു വ്രതം ആയിട്ട് നടക്കുന്ന ആളാണ് ശ്രീനാരദ മഹർഷി. എല്ലാവരെയും കൊണ്ടും ഭഗവത് ഭജനം ചെയ്യിപ്പിച്ച് ഭക്തി വളർത്തി മനസ്സിനെ ശുദ്ധമാക്കി ആ ജീവന് തന്റെ യഥാർത്ഥ സ്വരൂപം എന്താണ് എന്ന് ബോധിപ്പിച്ചു കൊടുക്കുക. ഇതിനെപ്പറ്റി നല്ലൊരു ഇത് ആ നാരദ മഹർഷിയോടല്ലാണ്ട് അല്ലെങ്കിൽ മഹാത്മാക്കളല്ലാണ്ട് വേറെ ആരത് ചെയ്തു തരിക? ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ഈ ഒരു സമ്പ്രദായം ഉള്ളത്? എല്ലാവർക്കും ശാശ്വതമായിട്ടുള്ള ആ അഭയത്തെ കൊടുക്കുന്ന ഒരു സമ്പ്രദായം എവിടെയില്ല. അത് സത്സംഗത്തില് മഹാത്മാക്കളുടെ അടുത്ത് നിന്ന് മാത്രമേ കിട്ടുള്ളൂ എന്നാണ്. അത് നാരദനെ പോലുള്ള മഹാത്മാക്കൾ മാത്രമേ അത് തരുള്ളൂ എന്നാണ്. അത് മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ സുവ്രതൻ എന്ന് ശ്രീനാരദനെ വിളിക്കുന്നത്. അപ്പോ ഈ ലോകത്തിൽ എവിടെ തിരിഞ്ഞു നോക്കിയാലും ഭയം മാത്രമാണ് അല്ലേ? നോക്കൂ, ഭയം ഇല്ലാത്ത ഏതെങ്കിലും തരത്തിലുള്ള കർമ്മങ്ങളുണ്ടോ?
അല്ല എന്താ ഭോഗേ രോഗഭയം, കുലേ ച്യുതിഭയം, വിത്തേ നൃപാലാദ്ഭയം, മാനേ ദൈന്യഭയം, ഫലേ രിപുഭയം, രൂപേ ജരായാത്ഫലഭയം, ശാസ്ത്രേ വാദിഭയം, ഗുണേ ഖലഭയം, കായേ കൃതാന്താൽഭയം, സർവം വസ്തുഭയാൽ നൃണാം വൈരാഗ്യമേവാഭയം. എല്ലായിടത്തും അതായത് ഭയം മാത്രമേ ഉള്ളൂ അല്ലേ? അതായത് കുറച്ച് എന്തെങ്കിലുമൊക്കെ ധാരാളമൊക്കെ ഭോഗസുഖങ്ങളൊക്കെ അനുഭവിച്ച് ജീവിക്കാമെന്ന് വിചാരിച്ചാല് അവിടെ രോഗത്തെ പൊടിക്കണം. ഭോഗങ്ങൾ കൂടിയ പിന്നെ രോഗങ്ങളാണല്ലോ വരിക. അപ്പൊ അങ്ങനെ ഇപ്പൊ ധാരാളം ഭക്ഷണമൊക്കെ കഴിച്ചു സുഖമായിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചാൽ രോഗം വരുമെന്ന് പേടിക്കണം എന്നാണ്. അതുപോലെ തന്നെ ആ നല്ല കുലത്തിൽ ജനിച്ചു കഴിഞ്ഞാലോ കുലച്യുതി വരുമോ എന്ന് പേടിക്കണം. ധാരാളം ധനം കയ്യിലുണ്ടെങ്കിലോ രാജാവിനെ പേടിക്കണം അല്ലെ, ടാക്സ് ഒക്കെ ആയിട്ട്. അതുപോലെ തന്നെ മാനേ ദൈന്യഭയം, അതായത് നമ്മൾ നല്ല ഒരു അതായത് പേര് ഉള്ള ആളാണെന്ന് വിചാരിക്കുക. ആളുകൾ ഇപ്പൊ നമ്മൾ നല്ലതൊക്കെ പറഞ്ഞ വലതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ നമ്മളെ ശ്രേഷ്ഠനാണ് കേമനാണെന്നൊക്കെ അംഗീകരിക്കും. അപ്പൊ പേടിയുണ്ട്, എന്താ ഇനി നമുക്ക് അതിൽ വല്ല ചുതി വരുമോ എന്ന പേടിയെന്നാണ്. അതുപോലെ ബലേരിഭുഭയം, ബലവാനാണെങ്കിൽ ശത്രുവിനെ ഭയം ഉണ്ടാകണം അല്ലെ. അതുപോലെ നല്ല സൗന്ദര്യം കിട്ടിയാലോ അത് ഇനിയിപ്പോ ജരാനരകളൊക്കെ ബാധിച്ച് അത് ഇല്ലാണ്ടാകുമോ എന്ന ഭയം. ധാരാളം ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് പണ്ഡിതനാണെങ്കിലോ അതിനേക്കാളും കൂടുതൽ ശാസ്ത്രം പഠിച്ച ആളെ കണ്ടാൽ വാദിഭയം, അവിടെ നിന്ന് ഭയം എന്നാണ്. അങ്ങനെ ഇപ്പോ ഈ ശരീരം ഉള്ളിടത്തോളം കാലം എപ്പോഴും മരണത്തെ പേടിയും. ഇങ്ങനെ സർവത്ര ഭയാണ്. എവിടെയാ അഭയം ഉള്ളത് എന്ന് ആലോചിച്ച് നോക്കൂ. ആ വൈരാഗ്യത്തിൽ മാത്രമാണ് അഭയം ഉള്ളത് എന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോ ആ അഭയം കാണിച്ചു തരണം എന്നാണ്. അവിടെ എവിടെ നോക്കിയാലും ഭയം മാത്രമേ ഉള്ളൂ. ആ ഭയത്തിൽ നിന്നൊക്കെ ഒരു ശാശ്വതമായിട്ടുള്ള മോചനം അവിടുന്ന് എനിക്ക് പറഞ്ഞു തരണം. ഞങ്ങളെ എന്താ മുച്ചേമ കെഞ്ചസൈവാധ തഥാന ശാതി സുഹൃത. ആ അനേക വിധത്തിലുള്ള ദുഃഖങ്ങളോടുകൂടിയ ഈ വിശ്വ സംസാര ഭയത്തിൽ നിന്ന് പ്രയാസം കൂടാണ്ട് പെട്ടെന്ന് ഞങ്ങൾ അങ്ങയെപ്പോലുള്ള മഹാത്മാക്കളാൽ മോചിക്കപ്പെടുമോ അതിനെക്കുറിച്ച് അല്ലയോ സുഹൃതനായിട്ട് നാരദ ഞങ്ങളെ ശാസിക്കണമേ, അതുപോലെ അത് വേണ്ടതുപോലെ പറഞ്ഞു തരണേ എന്നാണ് വസുദേവര് ആ ശ്രീനാരദ മഹർഷിയോട് ആവശ്യപ്പെടുന്നത് എന്നാണ്. ഇത് കേട്ട സമയത്ത് ഇവിടെ പറയുകയാണ് ശുകമഹർഷി പരീക്ഷത്തിനോട്, അല്ലയോ രാജാവേ, ഇങ്ങനെ വസുദേവനാൽ ചോദിക്കപ്പെട്ടതായ ഇപ്രകാരം ചോദിക്കപ്പെട്ടപ്പോ ഭഗവാന്റെ ഗുണങ്ങളെ നന്നായിട്ട് സ്മരിച്ചു ശ്രീനാരദ മഹർഷി. അല്ലെങ്കിൽ ഭഗവത് സ്മരണയല്ലാണ്ട് വേറൊരു വ്യാപാരവും ശ്രീനാരദനെ സംബന്ധിച്ചില്ല. അതുകൊണ്ട് സന്തോഷത്തോട് കൂടിയിട്ട് വസുദേവനോട് ശ്രീനാരദ മഹർഷി അതിന് മറുപടി പറയുകയാണ്. എന്താ പറഞ്ഞത്? സമ്യകേതൽ വ്യവസിതം ഭവതാ സാത്വത ഋഷഭ എൽ പൃച്ഛസേ ഭാഗവത ധർമാസ്ത്വം വിശ്വഭാവനാൽ. അങ്ങ് ശരിക്ക് ചോദിക്കേണ്ടത് ഉചിതമായിട്ട് ഉള്ള അങ്ങയുടെ ചോദ്യം ലോകത്തിന് തന്നെ ക്ഷേമത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങയുടെ ചോദ്യം എന്തുകൊണ്ട് നന്നായി എന്നാണ്. ഇതിനെ മറുപടി പറയുന്നതോടുകൂടെ ലോകം തന്നെ പരിശുദ്ധമായി തീരുകയാണ്. ഭാഗവത ധർമ്മങ്ങളെ കുറിച്ച് കേൾക്കണം എന്നാണല്ലോ അങ്ങ് ആഗ്രഹിച്ചത്, അത് ചോദിച്ചത്. അതുകൊണ്ട് അത് ലോകത്തിനെ തന്നെ ശുദ്ധീകരിക്കുന്നതാണ് എന്നാണ്. എന്താ ഭഗവാന്റെ മാഹാത്മ്യം അല്ലെങ്കിൽ ഭാഗവതധർമ്മങ്ങളുടെ സ്വഭാവം എന്നാണെങ്കിൽ അത് ശ്രുതോനുപഠിതോധ്യാത ആദൃതോ അനുമോദിത സദ്യ പുനാതി സദ്ധർമ്മോ ദേവ വിശ്വദ്രുഹോഭിഹി. ഭഗവാന്റെ മാഹാത്മ്യം കേൾക്കുകയോ ഉച്ചരിക്കുകയോ ധ്യാനിക്കുകയോ അനുമോദിക്കുകയോ ചെയ്താൽ തന്നെ അതാണ് ശരിയായിട്ടുള്ള ധർമ്മം. ദേവന്മാരെയും ലോകത്തെയും ദ്രോഹിക്കുന്ന ദുഷ്ടന്മാരാണെങ്കിൽ പോലും അതായത് ഭഗവാന്റെ മാഹാത്മ്യങ്ങളെ കേൾക്കുകയോ കീർത്തിക്കപ്പെടുകയോ സ്മരിക്കുകയോ ധ്യാനിക്കുകയോ ചെയ്താൽ ആ ലോകത്തെ മുഴുവൻ ദ്രോഹിക്കുന്നവനായിട്ടുള്ള ദുഷ്ടനാണെങ്കിൽ പോലും അവൻ ആ ഒരു അനുഷ്ഠാനം കൊണ്ട് പരിശുദ്ധീകരിക്കപ്പെടുന്നു പറയുകയാണ്. എന്താ ഭഗവാന്റെ ഭാവം എന്നാണെങ്കിൽ ത്വയാ പരമകല്യാണ പുണ്യശ്രവണ കീർത്തന സ്മാരിതോ ഭഗവാനദ്യ ദേവോ നാരായണോ മമ. അറിയണം, നോക്കൂ, ആ ഭഗവാൻ സകല കല്യാണത്തിനും ഉറവിടാണ് അല്ലെ, എല്ലാ മംഗളത്തിന്റെയും ഉറവിടമാണ് ഭഗവാൻ. ഭഗവാനെ കുറിച്ച് സ്മരിച്ചാൽ തന്നെ ആ സകലവിധ ആ മംഗളങ്ങളും അവന്റെ ജീവിതത്തിൽ ഉണ്ടാവും അല്ലെ. കാരണം പുണ്യശ്രവണ കീർത്തന, ചില കാര്യങ്ങളെ കേട്ടാൽ തന്നെ പാപ, അപ്പൊ പിന്നെ സ്മരിച്ച് അതിനേക്കാളും പാപം, കണ്ട അതിനേക്കാളും പാപം, ഇങ്ങനെയൊക്കെയാണ്. ഇവിടെ ഭഗവാന്റെ ഭാവം അങ്ങനെയല്ല. പുണ്യശ്രവണ കീർത്തന,
ഭഗവാന്റെ മഹാത്മ്യങ്ങൾ കേട്ടാൽ പുണ്യം, അതുപോലെ സ്മരിച്ചാൽ പുണ്യം, ഭഗവാനെ ആശ്രയിച്ചാൽ പുണ്യം, ഇങ്ങനെ എല്ലാം കൊണ്ടും അങ്ങയാൽ പരമാനന്ദ സ്വരൂപനും പുണ്യശ്രവണ കീർത്തനനും നാരായണനുമായിട്ടുള്ള ഭഗവാനെ ഇപ്പോ എനിക്ക് സ്മരിക്കാൻ സാധിച്ചു എന്ന് പറയുകയാണ് ശ്രീനാരദ മഹർഷി. അപ്പോ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഞാൻ അങ്ങയുടെ ആ ചോദ്യത്തിന് മറുപടി പറയാം. അങ്ങ് ചോദിച്ച ഈ ഭാഗവത ധർമ്മങ്ങളെ കുറിച്ചുള്ള ചോദ്യത്തിന് എനിക്ക് നേരിട്ട് മറുപടി പറയാനൊന്നും കഴിയില്ല. ഇത് പണ്ട് അത്രാപ്യുദാഹരന്തീമാമിതിഹാസം പുരാതനം ആർഷഭാണാം ച സംവാദം വിദേഹസ്യ മഹാത്മന. അങ്ങയുടെ ഈ ചോദ്യത്തിന് പണ്ട് ഞാൻ ഋഷഭന്റെ പുത്രന്മാരായിട്ടുള്ള നവയോഗികള് പുണ്യാത്മാക്കളാണ്. അവരും നിമി ചക്രവർത്തിയും തമ്മിൽ നടന്ന ഒരു സംവാദത്തെ കുറിച്ച് പറഞ്ഞു തരാവുന്നതാണ്. അത് ആ സംഭാഷണ കഥയെ ആണ് ഞാൻ പറഞ്ഞു തരാൻ പോണത്. അപ്പൊ നിമി നവയോഗി സംവാദത്തിലേക്കാണ് ഈ നാരദ വസുദേവ സംവാദത്തിലൂടെ ചെല്ലുന്നത് എന്നർത്ഥം. ഇപ്പോ ആ സ്വയംഭൂ മനുവിന്റെ മൂത്ത പുത്രനാണ് പ്രിയവ്രതൻ അല്ലേ. ആ ാണ് പറഞ്ഞിരിക്കുന്നത് ആ ധ്രുവന്റെ ചരിത്രം വർണ്ണിക്കുന്ന സമയത്ത്. അതായത് ആദിനാരായണന്റെ നാഭീകമലത്തിൽ നിന്നാണ് ബ്രഹ്മദേവന്റെ പുത്രനായിട്ടാണ് സ്വയംഭൂമനുവിന്റെ പുത്രൻ പ്രിയവ്രതന്റെ മക്കളിൽ മൂത്ത പുത്രനാണ് ആഗ്നീന്ദ്രൻ. അദ്ദേഹത്തിന് 9 പുത്രന്മാര്. അതിൽ മൂത്ത പുത്രനാണ് നാഭി ചക്രവർത്തിക്കാകട്ടെ ഒരു പുത്രനാണ് ഉണ്ടായത്. ആ നാഭി ചക്രവർത്തിയുടെ പുത്രൻ ഋഷഭദേവൻ. വിഷ്ണു ഭഗവാന്റെ അംശാവതാരാണ്. ആ ഭഗവാന്റെ പ്രഭാവം ശരിയായിട്ട് അറിഞ്ഞ് അനുഷ്ഠിക്കല്ലേ. ആ ഋഷഭദേവന്റെ ചരിത്രം നമ്മള് ആ പഞ്ചമസ്കന്ധത്തില് കേട്ടതാണ്. അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളൊക്കെ അവിടെ വളരെ നല്ല രീതിയിൽ പ്രിയവ്രതോ നാമസുതോ മനോ സ്വയംഭുവസ്യ തസ്യാഗ്നീന്ദ്രസ്തോ നാഭി ഋഷഭത്തൽ സുതസ്മൃത തമാഹു വാസുദേവാംശം മോക്ഷധർമ്മ വിവക്ഷയ അവതീർണം സുതശതം തസ്യാസിൽ ബ്രഹ്മപാലകം. മോക്ഷധർമ്മത്തെ പറ്റിയിട്ട് ജനങ്ങളെ ധരിപ്പിക്കാൻ വേണ്ടിയാണ് വിഷ്ണുവിന്റെ അംശത്തിൽ നിന്ന് ജനിച്ചവനായിട്ടുള്ള ഋഷഭൻ. അദ്ദേഹത്തിന് 100 പുത്രന്മാര് എന്നാണ്. അവര് ശരിക്ക് ബ്രഹ്മതത്വം നന്നായിട്ട് അറിഞ്ഞ മഹാത്മാക്കളാണ്. അതില് തേഷാം വൈ ഭരതോ ജ്യേഷ്ഠോ നാരായണപരായണ വിഖ്യാതം സർവമേതൽ നാംനാ ഭാരതമദ്ഭുതം. ഇവരില് ഏറ്റവും ശ്രേഷ്ഠനാണ് ഭരതൻ, ജ്യേഷ്ഠനാണ്. ആ നാരായണനിലെ ഉറച്ച ഭക്തിയുള്ളവനാണ് ആ ഭരതൻ. ആ ഭരതന്റെ ചരിത്രം പഞ്ചമസ്കരത്തിൽ വളരെ വിസ്തരിച്ച് വർണ്ണിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രഭാവം കൊണ്ടാണ് അജനാഭം എന്ന പേരുള്ള ഈ ഭൂഖണ്ഡം ആ ഭരതന്റെ ആ മഹിമ കൊണ്ട് ഭാരതം എന്ന പേരിൽ അറിയപ്പെട്ടു എന്നാണ്. സഭുക്തഭോഗാം തെക്തേമാം നിർഗത തപസാഹരി ഉപാസീന തൽപദവിം ലേപേ വൈ ജന്മഭിസ്തൃഭി. ഈ ഭരതൻ താൻ അനുഭവിച്ചിരുന്ന എല്ലാ ഭോഗങ്ങളെയും രാജ്യത്തെയും ഉപേക്ഷിച്ച് കാട്ടിൽ തപസ്സിന് പോയി തപസ് ചെയ്ത് വിഷ്ണു ഭഗവാനെ ഉപാസിച്ചിട്ട് 3 ജന്മം കൊണ്ട് വിഷ്ണുപദത്തെ പ്രാപിക്കുകയും ചെയ്ത മഹാത്മാവാണ്. അത് കഴിഞ്ഞ് തേഷാം നവദ്വീപ പദയോസ്യ സമന്തത കർമ്മതന്ത്ര പ്രണേതാര ഏകാശീതിജാതയ. ഋഷഭദേവന്റെ 9 പുത്രൻ ഋഷഭപുത്രന്മാരിലെ ഭരതന്റെ അനുജന്മാരായിട്ടുള്ള 9 പേര് ഈ ഭാരതഖണ്ഡത്തിന്റെ 4 ഭാഗത്തുള്ള 9 ദ്വീപുകളുടെ അധിപന്മാരായിട്ടാണ് തീർന്നത്. ബാക്കിയുള്ള ആളുകളിൽ 81 പേര് കർമ്മമാർഗത്തെ പിന്തുടർന്ന് നല്ല ശ്രോത്രിയന്മാരായിട്ടുള്ള ബ്രാഹ്മണരായിട്ട് തീർന്നു. അത് കഴിഞ്ഞ് നവാഭവൻ മഹാഭാഗ മുനയോഹ്യർത്തശംസിന ശ്രമണ വാദരശന ആത്മവിദ്യാ വിശാരദ. ബാക്കിയുള്ള 9 പേര് അവര് പറയുകയാണ് അതായത് മഹാഭാഗ്യവാന്മാരാണ്. ആത്മാവിനെ നേടാൻ ശ്രമിക്കുന്ന ആളുകളാണ്. വിഷയസുഖങ്ങളിൽ ഒന്നും മനസ്സിരുത്താതെ ആത്മവിദ്യയില് വിശാരദന്മാരും പരമാത്മാവിനെ കുറിച്ച് പറയുന്നവരും പരമാത്മ സ്മരണത്തോടു കൂടി നടക്കുന്ന മഹായോഗികളായിരുന്നു. അവരെയാണ് ശാസ്ത്രത്തില് അല്ലെങ്കിൽ ഭാഗവതത്തില് നവയോഗികള് എന്ന് പറയുന്നത് എന്നാണ്. അതില് ആ പ്രസിദ്ധന്മാരായിട്ടുള്ള നവയോഗികള് 9 പേര് കവി, ഹരി, അന്തരിക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവിർഹോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജനൻ. ഈ 9 പേര് എന്നാണ്.
ഇവര് ജന്മനാ തന്നെ ജ്ഞാനികളാണ്, പരമസിദ്ധന്മാരാണ്. അവധൂത ഭാവത്തില് എപ്പോഴും ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരാ. എന്താ അവരുടെ പ്രഭാവം? ഏതേ ഭഗവത് രൂപം വിശ്വം സതസതാത്മകം ആത്മനോവിതിരേകേണ പശ്യന്തോ വിചരൻ മഹീം. അതായത് ഈ സ്ഥൂലമായും സൂക്ഷ്മമായും ഇരിക്കുന്ന ഈ വിശ്വത്തെ ആത്മാവിൽ നിന്ന് അഭിന്നമായിട്ട് കണ്ട് ഭഗവത് സ്വരൂപമായിട്ട് കണ്ടുകൊണ്ട് അവര് എല്ലാറ്റിനെയും ഭഗവത് സ്വരൂപമായി കണ്ടുകൊണ്ട് ഇങ്ങനെ സഞ്ചരിക്കുന്ന കൂട്ടരാണ് എന്നാണ്. അതായത് ഈ സ്ഥൂല സൂക്ഷ്മാകാരേണ വളങ്ങുന്ന പ്രപഞ്ചത്തെ ആത്മാവിൽ നിന്ന് അഭിന്നമായിട്ട് കണ്ടുകൊണ്ട് എല്ലാ ലോകങ്ങളിലും ചുറ്റി സഞ്ചരിക്കുന്ന കൂട്ടരാണ് എന്നാണ്. അവര് എന്താ അവരുടെ പ്രത്യേകത എന്നാണെങ്കിൽ അവ്യാഹതേഷ്ടഗതയ സുരസിദ്ധ സാധ്യ ഗന്ധർവയക്ഷ നരരോ കിന്നര നാഗലോകാൻ മുക്താഞ്ചരന്തി മുനിചാരണ ഭൂതനാഥ വിദ്യാധരന്തി ജഗവാം ഭുവനാനികാമം. യാതൊരു തടസ്സവും കൂടാതെ യഥേഷ്ടം അവർക്ക് ഇന്ന ദിക്കിൽ എത്തണം എന്ന് പറഞ്ഞാൽ അപ്പൊ അവിടെ എത്തുന്നതാണ്. മനസ്സുകൊണ്ട് സ്മരിച്ചാൽ മതി. അങ്ങനെ എല്ലായിടത്തും സഞ്ചരിക്കാൻ കഴിവുള്ളവരാണ്. നമ്മൾ പറയണത് പോലെ ഈ പ്രോഹിബിറ്റഡ് ഏരിയ എന്നുള്ളത് അവർക്കില്ല. എല്ലായിടത്തേക്കും ഇഷ്ടം പോലെ സഞ്ചരിക്കാൻ പറ്റും. ഈ ഭൂമിയിൽ മാത്രമല്ല അവർ സഞ്ചരിക്കുന്നത്. എന്താ ആ സിദ്ധന്മാര്, സാധ്യന്മാര്, ഗന്ധർവന്മാര്, യക്ഷന്മാര്, കിന്നരന്മാര്, നാഗങ്ങള് ഇവരുടെയൊക്കെ ലോകങ്ങളിലും മുനിമാര്, അതുപോലെ ചാരണന്മാര്, ഭൂതനാഥന്മാര്, വിദ്യാധരന്മാര്, പക്ഷികള്, പശുക്കള് തുടങ്ങിയിട്ടുള്ളവരുടെ ലോകങ്ങളിലൊക്കെ ആ ലോകങ്ങളുടെ പ്രഭാവമൊന്നും അല്ലെങ്കിൽ അതിന്റെ ബാധയൊന്നും ഇല്ലാതെ മുക്തന്മാരായിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. അവരെവിടെ ചെന്നാൽ അവർക്കൊന്നും ഒട്ടലില്ല അവിടെ. അതാണ് കാരണം. മുക്തസംഗന്മാരാണ്. ഏതിനോട് ഒട്ടലില്ലാതെ യഥേഷ്ടം എല്ലായിടത്തും ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയെന്നാണ്. അങ്ങനെയുള്ള ആളുകളാണ് അവര്. ഒരു ദിവസം ഭൂമിയില് ഏകദാ നിമേ സത്രം ഉപാജഗ്മുരിതർച്ചയ വിദായമാന ഋഷിഭിർ അജനാഭേ മഹാത്മന. യാദൃച്ഛികമായിട്ട് അജനാഭ വർഷത്തില് മഹാത്മാവായിട്ടുള്ള നിമിചക്രവർത്തി മഹർഷിമാരെ കൊണ്ട് ഒരു യാഗം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുക. ആ നിമിചക്രവർത്തിയുടെ യാഗശാലയിൽ എത്തിയെന്നാണ്. ആ നിമി വിദേഹ രാജാവാണ്. അദ്ദേഹം ശരിക്കും കർമ്മയോഗത്തിലൂടെ സാക്ഷാത്കാരം ലഭിച്ച കൂട്ടരാണ് ജനകന്മാർ, അതായത് വിദേഹ രാജാക്കന്മാരൊക്കെ എന്നാണ് രാമായണത്തിലൊക്കെ പറയുന്നുണ്ട്, അതുപോലെ ഗീതയിലൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ നിമിയും ആ യാഗശാലയിലെ ഭഗവാനെ ആരാധിച്ചുകൊണ്ട് കഴിയുകയാണ്, യാഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള യാഗശാലയിലേക്കാണ് ഈ നവയോഗികള് യാദൃച്ഛികമായിട്ട് കയറി ചെല്ലുകയാണ്. അവരെ കണ്ടപ്പോ വളരെ സന്തോഷമായി. അവർക്ക് ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വര സ്വരൂപത്തിൽ ബോധിച്ചുകൊണ്ട് നടക്കുന്നതാ. അവർക്ക് ഈശ്വരൻ നിന്ന് വിട്ടിട്ട് ഒരു ഏർപ്പാടില്ല. എപ്പോഴും ഈശ്വരനിൽ തന്നെയാണ് അവര് എന്നാണ്. അങ്ങനെ സഞ്ചരിച്ച് അവര് യാദൃച്ഛികമായിട്ട് നിമിചക്രവർത്തിയുടെ യാഗശാലയിലേക്ക് വരികയാണ്. ഈ യാഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മഹർഷിമാരോട് കൂടിയിട്ട് നിമിചക്രവർത്തി. സൂര്യസങ്കാശം തേജസ്സോട് കൂടിയിട്ട് താൻ ദൃഷ്ട്വാ സൂര്യസങ്കാശാൻ മഹാഭാഗവതാൻ നൃപ യജമാനോ അഗ്നയോ വിപ്ര സർവ ഏവോപതസ്ഥിരേ. നോക്കൂ, അവിടെ കർമ്മങ്ങളൊക്കെ വെടുപ്പായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ നവയോഗികള് യജ്ഞശാലയിലേക്ക് പ്രവേശിക്കുന്നത്. കണ്ടതോടുകൂടെ അതായത് യജമാനനായിരിക്കുന്ന നിബിയും പുരോഹിതന്മാരായിട്ടിരിക്കുന്ന ബ്രാഹ്മണര്, മഹർഷിമാര് എല്ലാവരും ചാടി എഴുന്നേറ്റ് അഗ്നിയോട് കൂടിയിട്ട് ആ കർമ്മങ്ങളൊക്കെ അവിടെ അപ്പം നിർത്തിവെച്ചു. എന്നിട്ടോ നവയോഗികളെ സ്വീകരിക്കാൻ വരികയാണ്. ഇതാണ് പ്രഭാവം അവരുടെ. ഏതൊരു ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ യജ്ഞാദികള് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ ഭഗവാൻ തന്നെ സ്വരൂപം സ്വീകരിച്ച് വരികയാണ് നവയോഗികളുടെ ഭാവത്തില്. അങ്ങനെയുള്ള ഭഗവാനെ കണ്ട പിന്നെ കർമ്മത്തെ അവിടെ പൂർത്തീകരിക്കണം, അല്ലെങ്കിൽ അവിടെ നിന്ന് എഴുന്നേക്കാൻ പാടില്ല എന്നുള്ള നിയമങ്ങളൊന്നുമില്ല. ഇവിടെ എന്താ പറഞ്ഞത്? ഈ ഭാഗവത ധർമ്മങ്ങളെ തെറ്റുകൂടാണ്ട് അനുഷ്ഠിച്ചു കഴിഞ്ഞാല് അയാൾക്ക് പിന്നെ വിധി നിഷേധങ്ങൾ കണ്ണടച്ച് ഓടിയാലും അയാൾ വീഴില്ല എന്നൊക്കെയാണ് പറയുക. ഇവിടെ എന്താ ഈ കണ്ണടച്ചോടിയ വീഴില്ല എന്ന് പറയുന്നത്? വിധി നിഷേധങ്ങൾ അയാൾക്ക് ബാധകമല്ല. കാരണം ആ ഭഗവാൻ തന്നെയാണ് ഭഗവത് ഭക്തന്മാരുടെ സ്വരൂപത്തില് യജ്ഞശാലയിലേക്ക് വരുന്നത്. ഭഗവാനെ തൃപ്തിപ്പെടുത്താനാണ് അവിടെ യാഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് പൂർത്തീകരിക്കണം എന്നില്ല. ഭഗവാൻ വന്നിരിക്കുന്നു, അപ്പൊ ഭഗവാൻ സന്തോഷിച്ചിരിക്കുന്നു എന്നതിന്റെ പ്രത്യക്ഷമായിട്ടുള്ള തെളിവാണ് ഈ നവയോഗികളുടെ ദർശനം. അത് മനസ്സിലാക്കിയിട്ടാണ് ഋഷിമാര് അവരുടെ കർമ്മങ്ങളൊക്കെ പാതി വഴിയിൽ നിർത്തിയിട്ട് ആ അഗ്നിയോട് കൂടിയിട്ട് നിമിരാജാവിനോട് കൂടെ
മഹർഷിമാരെ സ്വീകരിക്കാനായി കൊണ്ടുവരുന്നത്. അവരുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. നമസ്കരിച്ച് അവരെ സ്വീകരിച്ച് കൂട്ടിക്കൊണ്ടുവരികയാണ്. കൂട്ടിക്കൊണ്ടുവന്ന 9 സിംഹാസനങ്ങൾ ഇട്ട് അതിൽ അവരെ പിടിച്ചിരുത്തി എന്നാണ്. എന്നിട്ടോ അവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് അവരെ വേണ്ടതുപോലെ പൂജിക്കുകയാണ്. ഇപ്പൊ ശരിക്ക് സ്വന്തം കാന്തി കൊണ്ട് ശരിക്കും ഉജ്ജ്വലമായിട്ടുള്ള തേജസ് എന്നാണ്. അവരുടെ തേജസ് കൊണ്ട് യാഗശാലിയെ തന്നെ തേജോമയമാക്കി തീർത്തു. അവര് ബ്രഹ്മപുത്രന്മാരായിട്ട് സനകാദികളെ പോലെ ഇരിക്കുന്നുണ്ട് ആ 9 പേരും. അവരെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നമസ്കരിച്ചുകൊണ്ട് നിമി ചക്രവർത്തി അവരോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. എന്താ നിമി പറഞ്ഞത്? വിദേഹ രാജാവായിട്ട് നിമി പറയണോ, മന്യേ ഭഗവത സാക്ഷാൽ പാർഷദാൻവോ മധുദ്വിഷ വിഷ്ണോർ ഭൂതാനി ലോകാനാം പാവനായ ചരന്തിഹി. പറയണം, നിങ്ങള് ആ മധുവേഹിയായിട്ടുള്ള ഭഗവാന്റെ പാർഷദന്മാരാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളുടെയൊക്കെ സഞ്ചാരം എന്തിനു വേണ്ടിയിട്ട്? ലോകത്തെ തന്നെ പരിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഭഗവത് ഭക്തന്മാര് ലോകസഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ലോകത്തെ തന്നെ പവിത്രീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഭഗവാൻ വരുന്നതിന് പകരം ഭഗവത് ഭക്തന്മാര് ഭക്തന്മാരിലൂടെ അല്ലേ നമുക്ക് ഭഗവാനെ അറിയാനായിക്കൊണ്ട് വയ്ക്കുള്ളൂ. അപ്പോ നിങ്ങളുടെ ഈ സഞ്ചാരം തന്നെ ലോകത്തെ പരിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ലോകത്തില് ദുർലഭോ മാനുഷോ ദേഹോ ദേഹിനാം ക്ഷണഭംഗുര തത്രാപി ദുർലഭം മന്യേ ഉത്തമ വൈകുണ്ഠ പ്രിയദർശനം. അറിയാണ്, ഈ മനുഷ്യജന്മം എന്നുള്ളതുണ്ടല്ലോ, അത് വളരെ ദുർലഭമായിട്ട് കിട്ടുന്നതാണ് എന്നാണ്. മറ്റെല്ലാ ജന്മങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമാണ് മനുഷ്യജന്മം എന്നാണ്. ഒന്നാലോചിച്ച് നോക്കൂ, ഈ മനുഷ്യജന്മത്തിന് മാത്രമേ ഒരു പ്രത്യേകമായിട്ടുള്ള കഴിവുള്ളൂ. അതൊക്കെ നമ്മൾ നേരത്തെ അനുസ്മരിച്ചതാണ് പഴയ ക്ലാസ്സുകളിലൊക്കെ. ഈ മനുഷ്യജന്മത്തിന്റെ പ്രത്യേകത മറ്റു ജന്മങ്ങളെ പോലെയൊന്നും അല്ല. കണ്ടു കഴിഞ്ഞ എല്ലാ ജന്മങ്ങളും ഒരുപോലെയാണെന്നൊക്കെ നമുക്ക് തോന്നും, പ്രവൃത്തിയൊക്കെ കണ്ടാൽ അല്ലേ. ഇപ്പോ ഒരു ബസ്, അതുപോലെ ഒരു വിമാനം, രണ്ടും പ്രത്യക്ഷമായിട്ട് നമുക്ക് കണ്ട ഏകദേശം ഒരുപോലെ തന്നെ ഇരിക്കും, ഒരേ ലോഹം കൊണ്ട്. അതുപോലെ ബസ്സിലുള്ള അനുഭവങ്ങളൊക്കെ അല്ല പാർട്സുകളൊക്കെ വിമാനത്തിൽ കാണാൻ, ടയറും മറ്റുമൊക്കെ, സീറ്റും മറ്റുമൊക്കെ കാണാം. പക്ഷേ ഈ ബസ്സിനില്ലാത്ത ഒരു പ്രത്യേകത വിമാനത്തിനുണ്ട്. അതെങ്ങനെ അറിയുള്ളൂ? അത് ഓടിക്കുമ്പോഴേ അറിയുള്ളൂ അല്ലേ. കാരണം ബസ് റോഡിലൂടെ ഓടുകയാണെങ്കിൽ ആ വിമാനത്തിന്റെ പ്രത്യേകത അതിന് പറക്കാനുള്ള കഴിവ് കൂടിയുണ്ട്. ഇതുപോലെയാണ് ഈ മനുഷ്യ ശരീരത്തിന്റെ പ്രത്യേകത. മറ്റ് ജന്മങ്ങളെ പോലെ അല്ല മനുഷ്യ ശരീരം. അതിന് പ്രത്യേകമായിട്ടൊരു കഴിവ് കൊടുത്തതാണ്. വിമാനത്തിന് പ്രത്യേകമായിട്ട് പറക്കാനുള്ള കഴിവ് പോലെ എന്താ ബ്രഹ്മാവലോകധിഷണം, അതായത് ആത്മസാക്ഷാത്കാരത്തിനുള്ള ആ ഒരു ത്വര, ആത്മാവിനെ അറിയാനുള്ള ഒരു കഴിവ്, അത് മനുഷ്യന് മാത്രമേ കൊടുത്തുള്ളൂ. അതാണ് ഭഗവാന്റെ പ്രത്യേക കാരുണ്യം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ മനുഷ്യജന്മം. അപ്പൊ ആ മനുഷ്യജന്മത്തിന്റെ ഉദ്ദേശം തന്നെ ഇതുകൊണ്ട് മനസ്സിലാക്കാം, ആ ബ്രഹ്മത്തെ അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോ ഇവിടെ ദുർലഭോ മാനുഷോ ദേഹോ ദേഹിനാം ക്ഷണഭംഗുര. ഈ ശരീരം കിട്ടുക എന്ന് വെച്ചാൽ തന്നെ പ്രയാസമാണ്. കിട്ടിയതിനൊരു കുഴപ്പം കൂടെ ഉണ്ട് മനുഷ്യ ശരീരത്തിന് അല്ലേ. ഇപ്പോ ഒരു കമ്പനി ആ കമ്പനിയുടെ പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാല് അവര് തന്നെ ഒരു ഗ്യാരണ്ടി തരും അല്ലേ. ചുരുങ്ങിയത് ഇപ്പൊ അങ്ങാടിയിൽ നിന്നൊക്കെ മേടിക്കുന്ന ചെറിയ ചില ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെയും ഒരു 6 മാസത്തെ ഗ്യാരണ്ടിയെങ്കിലും അവർ തരും. പക്ഷേ ഈ മനുഷ്യജന്മത്തിന്റെ അവസ്ഥ എടുത്ത് നോക്കൂ, ഒരു ഗ്യാരണ്ടി ഇല്ല. മനുഷ്യജന്മം കിട്ടാൻ ബുദ്ധിമുട്ട്, കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അത് എപ്പോഴാണ് നഷ്ടപ്പെടുക എന്നും അറിയില്ല. അപ്പോ അത്രയും അതായത് ക്ഷണത്തിന് നശിച്ചു പോണതാണ് എന്നർത്ഥം. അത് കിട്ടാൻ തന്നെ പ്രയാസമാണ്. ആ കിട്ടിയ മനുഷ്യജന്മത്തില് തത്രാപി ദുർലഭം മന്യേ വൈകുണ്ഠ പ്രിയദർശനം. അതിലും ദുർലഭമാണ് ആ മനുഷ്യജന്മത്തില് സത്സംഗം, ഭഗവാന്റെ ഭക്തന്മാരെ കാണുക എന്നുള്ളത് എന്നാണ്. ആ ഭക്തന്മാരെ കാണുക എന്നുള്ളത് വളരെ ദുർലഭമായിട്ടാണ് ആ മനുഷ്യജന്മം കിട്ടിയ ആളുകൾക്ക് കഴിയുന്നുള്ളൂ. അപ്പോ ആ ജീവന്മാർക്ക് ക്ഷണത്തില് നശിച്ചു പോകുന്ന ഈ മനുഷ്യജന്മം കിട്ടാൻ തന്നെ പ്രയാസമാണ്. അതിലും വെച്ച് വൈകുണ്ഠപ്രിയന്റെ അല്ലെങ്കിൽ ഭക്തന്മാരുടെ ദർശനം കിട്ടുന്നത് വളരെ ദുർലഭമായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ കിട്ടുള്ളൂ. നോക്കൂ, അങ്ങനെയുള്ള ഈ സത്സംഗം സാധിച്ച എനിക്ക് വളരെ സന്തോഷമായി. ഇനി ഞാൻ നിങ്ങളോട് ഈ സത്സംഗം വെറുതെ സമയം കളയാനുള്ളതല്ല എന്നാണ്. പിന്നെയോ ആ മഹാത്മാക്കളെ കണ്ടു കഴിഞ്ഞാല്
അവരുടെ അത് സത്സംഗത്തിനൊക്കെ ആചാര്യസ്വാമികൾ തന്നെ പറഞ്ഞിരിക്കും, സത്സംഗം എന്ന് വെച്ചാൽ മഹാത്മാക്കളുടെ അടുത്ത് ചെന്ന് ഇരുന്നാൽ മാത്രം മതി എന്നാണ്. അവരുടെ സന്നിധി തന്നെ നമ്മളെ പവിത്രീകരിക്കുന്നതാണ്. അങ്ങനെയുള്ള നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, അത് ആത്യന്തികം ക്ഷേമം പൃച്ഛാമോ ഭവതോ നഘ സംസാരേസ്മിൻ ക്ഷണാർദ്ധോപി സത്സംഗശേവധീർണാം. അതുകൊണ്ട് അല്ലയോ മഹാത്മാക്കളെ, അത് ഒരു മനുഷ്യന്റെ പരമശ്രേയസ് എന്താണ്? അതായത് അത് ആത്യന്തികം ക്ഷേമം, ആ പരമമായിട്ടുള്ള ക്ഷേമത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ സംസാരത്തില് അല്പസമയമെങ്കിലും കിട്ടുന്നതായിട്ടുള്ള സജ്ജന സംഗമം മനുഷ്യർക്ക് ശരിക്കും നിധി കിട്ടുന്നതിന് തുല്യാണ്. അപ്പൊ ഈ സത്സംഗം എന്ന് വെച്ചാല് വിലമതിക്കാൻ കഴിയാത്ത ഒരു നിധിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ആ നിങ്ങളെപ്പോലുള്ള മഹാത്മാക്കളെ കാണുക അല്ലേ, ആ മഹാത്മാക്കളുടെ അടുത്ത് ചെന്ന് ഇരുന്നാൽ മാത്രം മതി. അപ്പോ നമ്മളൊന്നും ചോദിക്കൊന്നും വേണ്ട. അവരൊന്നും ചിലപ്പോ അവര് പറയണതൊന്നും നമുക്ക് മനസ്സിലാകുമൊന്നുമില്ല. രാമകൃഷ്ണദേവന്റെ കഥയിൽ പറയും, അദ്ദേഹത്തിന്റെ ഒരു ഭക്തനുണ്ടായിരുന്നു, അതായത് അദർസൻ ചാറ്റർജി എന്നോ മറ്റോ ആണ് അദ്ദേഹത്തിന്റെ പേര് എന്നാണ്. അദ്ദേഹം അന്ന് വലിയൊരു കമ്പനിയിലെ വലിയൊരു ഉദ്യോഗസ്ഥനാണ്. ഉദ്യോഗമൊക്കെ കഴിഞ്ഞാല് അദ്ദേഹം ഓഫീസ് വിട്ട് പുറത്തിറങ്ങിയാൽ നേരെ ഒരു കുതിരവണ്ടി പിടിച്ചിട്ട് 10-15 കിലോമീറ്റർ ദൂരമുള്ള ദക്ഷിണേശ്വരത്ത് വരുന്നതാണ്. അവിടെ വന്ന് കുടിയൊക്കെ കഴിഞ്ഞ് ആശ്രമത്തിന് പലതൊക്കെ കഴിച്ചിട്ട് രാമകൃഷ്ണദേവന്റെ മുറിയിലെത്തും. എന്നിട്ടോ അതിന് അദ്ദേഹത്തിന് ഇരിക്കുന്നതിന് താഴെ ഒരു പായ നിവർത്തിച്ചിട്ട് രാമകൃഷ്ണദേവന്റെ പാദത്തിൽ ഇങ്ങനെ ഇരിക്കും. അദ്ദേഹത്തിന് അടുത്ത് അങ്ങനെ കുറച്ചു നേരം ഇരുന്ന് കുറച്ച് കഴിഞ്ഞാൽ ഉറക്കം വരും. അപ്പൊ എന്ത് ചെയ്യും? ആ പായ തന്നെ അവിടെ തന്നെ രാമകൃഷ്ണദേവന്റെ മുറിയിൽ തന്നെ അവിടെ കിടന്നുറങ്ങും. നേരെ സമയമാകുമ്പോൾ അദ്ദേഹത്തെ ആരെങ്കിലും വന്ന് ഉണർത്തി കഴിഞ്ഞ് എണീക്കും. വീണ്ടും പലതൊക്കെ കഴിച്ചുകൊണ്ട് വീണ്ടും അദ്ദേഹം ഓഫീസിലേക്ക് പോകും. അത് കഴിഞ്ഞ് പിന്നെയും വരും വൈകുന്നേരം ആകുമ്പോൾ. അപ്പൊ രാമകൃഷ്ണദേവ അദ്ദേഹത്തെ കളിയാക്കിയിട്ട് സംസാരിക്കും. ഇത്ര എന്താ പറയാ, അല്ല ഈ വല്ല നാടകമോ കഥകളിയൊക്കെ കാണാൻ പോണ പോലെ, നാടകമൊക്കെ കാണാൻ പോണ പോലെ അങ്ങ് ഇവിടെ വരിക, ഇവിടെ വന്ന് പായ ചുരുട്ടി അതായത് നിവൃത്തിയിട്ട് ഇരിക്കുക, ഇവിടെ ഉറങ്ങുക, സമയമാകുമ്പോൾ ആരെങ്കിലും വന്ന് വിളിക്കുക, വീണ്ടും പോവുക. അതിപ്പോ വീട്ടിൽ തന്നെ കിടന്നുറങ്ങിയ പോലെ എന്നുള്ള ഭാവത്തിലാണ്. അപ്പൊ എന്താ അദ്ദേഹം പറഞ്ഞു, അല്ല ഭഗവാനെ, ഈ നല്ല സുഗന്ധമുള്ള പൂക്കളുടെ അടുത്തിരിക്കുന്ന ഒരു ഭാവം, ആ ഒരു ഭാവം ഈ ചീഞ്ഞ് അളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്നതായിട്ടുള്ള മത്സ്യത്തിന്റെ അടുത്തിരിക്കുമ്പോ കിട്ടുന്ന ഭാവമാണ്. രണ്ടും രണ്ടല്ലേ? അപ്പോ അങ്ങയുടെ ഈ സന്നിധിയിൽ എനിക്ക് ഇരിക്കാൻ കഴിഞ്ഞാൽ തന്നെ അത് ഒരു പുണ്യാണ്. അപ്പൊ മറ്റ് അശുദ്ധികളൊന്നും എന്നെ ബാധിക്കില്ല അല്ലെ? ഇപ്പൊ ചീഞ്ഞ മത്സ്യത്തിന്റെ ചോട്ടിൽ ഇരുന്ന് എത്ര നേരം നമുക്ക് ഇരിക്കാൻ പറ്റും? പക്ഷേ സുഗന്ധപൂരിതമായിട്ടുള്ള ഒരു പുഷ്പങ്ങൾ ധാരാളമുള്ള അല്ലെങ്കിൽ പുഷ്പത്തിന്റെ ചോട്ടിലിരിക്കുമ്പോ അതിന്റെ അനുഭവം എന്താ? എത്രത്തോളം ആനന്ദമാണ് മനുഷ്യന് കിട്ടാതെ മനസ്സിന് കിട്ടുന്നത്. ഇപ്പോ അങ്ങയുടെ അടുത്തിരുന്നു, അങ്ങ് പല ഉപദേശങ്ങളൊക്കെ തന്നു എന്ന് വിചാരിക്കുക. എനിക്കിപ്പോ അത് മനസ്സിലായിക്കൊള്ളണമെന്നൊന്നുമില്ല. പക്ഷെ അങ്ങയുടെ സന്നിധിയിൽ ഞാൻ വന്നിരിക്കുന്നുണ്ടല്ലോ, ആ സന്നിധി കാലം കൊണ്ട് എന്നെ പരിശുദ്ധീകരിക്കുന്ന എനിക്കറിയാം. അതുകൊണ്ട് അവിടുത്തെ സന്നിധി മാത്രം മതി എന്നാണ് അദ്ദേഹം പറയുക. ഇതാണ് മഹാത്മാക്കളുടെ പ്രഭാവം. അവരുടെ സന്നിധി തന്നെ നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ്. അവരുടെ അടുത്ത് എത്തണമെങ്കിൽ പൂർവജന്മ പുണ്യം തന്നെ വേണം, അല്ലെങ്കിൽ കഴിയില്ല. മറ്റു ആളുകളൊക്കെ എന്താ മറ്റുള്ള വസ്തുക്കളുടെ പിന്നാലെ, മറ്റുള്ള ലോക വ്യവഹാരങ്ങളുടെ പിന്നാലെയല്ലേ പോകുന്നത്. എത്ര ആളാണ് ഇപ്പൊ മഹാത്മാക്കളെ അന്വേഷിച്ച് അവരുടെ അടുത്ത് ചെന്നിരിക്കണം എന്ന് തോന്നുക. എൻ്റെ ഗുരുനാഥനായിട്ടുള്ള സ്വാമിജിയുടെ അടുത്ത് നമ്മുടെ കൂടെ തന്നെ ഭാഗവതമൊക്കെ വായിക്കുന്ന ഒരു ടീച്ചറാണ്. അദ്ദേഹം വെക്കേഷന് മാത്രമേ വരുള്ളൂ. അപ്പൊ അദ്ദേഹം ആശ്രമത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ മുറിയിലിരുന്ന് പറയും, മാഷ് സ്വാമിജിയുടെ മുറിയിലേക്ക് കയറിയിട്ടുണ്ട്, ഇനിയിപ്പോ അവിടെ നിന്ന് ഇറങ്ങലുണ്ടാവില്ല എന്ന്. പിന്നെ സ്വാമിജിയുടേതായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇയാൾ എന്താ ചെയ്യാച്ച, സ്വാമിജിയുടെ അടുത്ത് താഴെ ഇരുന്ന് സ്വാമിജി കട്ടിലിൽ ഇരിക്കുന്നുണ്ടാവും, ഇദ്ദേഹം നിലത്ത് പായിട്ടിരിക്കും. ഇരുന്ന് സ്വാമിജിയെ നോക്കി കൊണ്ട് ഒറ്റ ഇരിപ്പ, മണിക്കൂറോളം കണ്ണും അടച്ചിരിക്കുന്നതാണ്. അപ്പൊ അത് ആ സന്നിധിയുടെ പ്രത്യേകതയാണ്. ആത്മനിഷ്ഠന്മാരായിട്ടുള്ള ബ്രഹ്മനിഷ്ഠന്മാരുടെ അടുത്ത് ചെന്നിരിക്കുക. അത് കുറച്ച് മനസ്സിന് ശുദ്ധി ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ദിവ്യമായിട്ടുള്ളൊരു ലോകത്തേക്കാണ് പിന്നെ പോവുക. അത് ആ മനസ്സിന് ശുദ്ധിയുള്ള ആളുകൾക്ക് ആ സന്നിധിയെ വേണ്ടതുപോലെ അനുഭവിക്കാനും അതുപോലെ അതിനെ ഉൾക്കൊള്ളാനും കഴിയുന്നതാണ്. എത്രയോ ആളുകൾ ഇന്നും അതിൽ അനുഭവസ്ഥരാണ്. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ മഹാത്മാക്കളുടെ അടുത്ത് ചെന്ന് നിങ്ങളൊന്നും ചോദിക്കുകയും വേണ്ട, പറയുകയും വേണ്ട. അല്ല, ഇനിയിപ്പോ മഹാത്മാക്കളുടെ അടുത്ത് ചെന്നിരുന്ന് ഇന്നത്തെ ലോക വിഷയങ്ങളെ തന്നെ സംസാരിച്ചാലും അവരുടെ നാവിൽ നിന്ന് വരുന്നത് ഉപദേശമായിട്ട് തീരും, യാതൊരു സംശയമില്ല.
അപ്പൊ മഹാത്മാക്കള് അത്രയും ലോകത്തെ പരിശുദ്ധീകരിക്കുന്നവരാണ് എന്ന് കാണിച്ചു തരികയാണ് ഇവിടെ. അവരുടെ പ്രത്യേകത മഹാത്മ്യത്തെ കുറിച്ച് വർണ്ണിക്കുകയാണ്, പറയുകയാണ്. അപ്പൊ ഇവിടെ ആ സത്സംഗം എന്ന് വെച്ചാല് വിലമതിക്കാൻ കഴിയാത്ത ഒരു നിധിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് ആ ഭാഗവത ധർമ്മത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞു തരണം എന്നാണ്. ധർമാൻ ഭാഗവതാൻ ബ്രൂത യതിന ശ്രുതയേ ക്ഷമം പ്രസന്ന പ്രപന്നായ ദാസ്യത്യാത്മാനമപ്യജ. ഭാഗവത ധർമ്മം അല്ലെ, സജ്ജന സംസർഗം എന്നുള്ളത് വിലമതിക്കാൻ കഴിയാത്ത ഒരു നിധിയായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് പരമശ്രേയസിനെ പ്രാപിക്കാനുള്ള അനുഷ്ഠാനം എന്താണ് എന്ന് ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം എന്നാണ് ഇപ്പോ ആ നിമി മഹാരാജാവ് നവയോഗികളോട് ചോദിക്കുന്നത് എന്നാണ്. യോഗ്യത അത് അത് കേൾക്കാനുള്ള യോഗ്യത ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ എന്നാണ്. ഇത് കേട്ടപ്പോ ഏവം തേ നിമിനാ പൃഷ്ട വസുദേവ മഹത്തമാ പ്രതിപൂജ്യ ബ്രുവൻ പ്രീത്യ സദസ്യ ഋത്വിജഭ്രവം. പറയണ അല്ലയോ വസുദേവരെ, നിമി ഇങ്ങനെ ആ നവയോഗികളോട് ചോദിച്ച സമയത്ത് സന്തോഷത്തോട് കൂടിയിട്ട് എല്ലാവരും കേട്ടിരിക്കെ ആ രാജാവിനെ മാനിച്ചുകൊണ്ട് അവരതിന് ഉത്തരം പറയുകയാണ്. 9 ചോദ്യമാണ് ഈ നിമി മഹാരാജാവ് നവയോഗികളോട് ചോദിക്കുന്നത്. ഓരോ യോഗികളോട് ഓരോ ചോദ്യം ചോദിച്ചു. ഓരോരുത്തരും അതിന് മറുപടി പറയുക. അത് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ടാണ് ഇനി നിമി നവയോഗി സംവാദത്തെ വർണ്ണിക്കുകയാണ്. ആദ്യം ചോദിച്ചത് എന്താണ്? ഭാഗവത ധർമ്മങ്ങളെ കുറിച്ചാണ് ചോദിക്കുന്നത് എന്നാണ്. അതായത് എന്താണ് ഭാഗവത ധർമ്മം എന്നാണ്. അതിന് കവി എന്ന യോഗിയാണ് ഉത്തരം പറയണത് എന്ന്. ഈ കവി ആ പേരിൽ തന്നെ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടെന്ന്. ഈ നവയോഗികളുടെ പേരിനെ തന്നെ മഹാത്മാക്കള് വളരെ ആശ്ചര്യമായിട്ട് വർണ്ണിക്കുന്നത് കേട്ടിട്ടുണ്ട്. ചിലതൊക്കെ മനസ്സിൽ ഓർമ്മയുണ്ട്, അത് നമുക്ക് വന്നത് പറയാം. ഈ കവി ആണ് ആദ്യം ഉത്തരം പറയുന്നത്. എന്താ ഈ കവി എന്ന് വെച്ചാൽ? കടന്ന് ചിന്തിക്കാൻ കഴിവുള്ള ആളാ. കവിത്വം ക്രാന്തദർശിത എന്നാണ്. ക്രാന്തദർശി അതായത് ആ കടന്ന് ചിന്തിക്കാനുള്ള കഴിവുള്ള ആളാണ് ഈ കവി. അപ്പോ ഈ ഭാവനാശക്തിയുള്ള ജീവനാ. അപ്പൊ അദ്ദേഹമാണ് അതിന് ഉത്തരം പറയണത് എന്നാണ്. എന്താ? മന്യേ അകുതച്ചിൽ ഭയം അച്യുതസ്യ പാദാംബുജോപാസനമത്ര നിത്യം ഉദ്വിഗ്ന ബുദ്ധേ അസദാത്മഭാവാൽ വിശ്വാത്മനായത്ര നിവർത്തതേഭി. പറയണ നോക്കൂ, ഇവിടെ ഈ ഭയമില്ലാത്ത നശിച്ചു പോകുന്ന ശരീരത്തെ ആത്മാവാണ് എന്ന് വിചാരിച്ച് എപ്പോഴും മരണത്തെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുരുഷന് ഒരിടത്തു നിന്നും ഭയമില്ലാതിരിക്കുന്ന അവസ്ഥയില്ല. എല്ലായിടത്തുനിന്നും ഭയം മാത്രമേ ഉള്ളൂ. ഭയം ഇല്ലാതിരിക്കുന്ന പ്രവൃത്തി എവിടെ നിന്നേ ഉണ്ടാവുള്ളൂ? അകുതച്ചിൽ ഭയം അച്യുതസ്യ നിത്യം പാദാംബുജോപാസനം എന്നാണ് പറയണത്. അതായത് ആ എപ്പോഴും ഭയമില്ലാത്ത ഒരേ ഒരു അവസ്ഥ വരുന്നത് അതായത് ഭഗവാന്റെ പാദാംബുജങ്ങളെ ഉപാസിക്കുക. ആ ഈശ്വരോപാസനയില് മാത്രമേ നമുക്ക് ഭയമില്ലാത്തൊരവസ്ഥ സംജാതമായിട്ട് തീരുള്ളൂ എന്നാണ്. അപ്പൊ ഭഗവാന്റെ പാദകമലങ്ങളുടെ സേവ തന്നെയാണ് ഭയമില്ലാത്ത അവസ്ഥ. ഏതൊരു ഭഗവാനെ ഉപാസിച്ചാൽ മാത്രം എല്ലാ ഭയങ്ങളും ഇല്ലാതാകുന്നുവോ ആ ഭഗവാനെ സേവിക്കുന്നവന് ഈ ജനന മരണ സ്വരൂപമായിട്ടുള്ള സംസാരത്തില് വരേണ്ടതായിട്ട് വരില്ല. പിന്നെ എന്താ ഭയം അല്ലെ? ഈ ജനന മരണമാണ് ഏറ്റവും വലിയ ഭയം. ജനിക്കുക മരിക്കുക, ജനിക്കുക മരിക്കുക. ഭഗവാനെ ഉപാസിച്ചുകൊണ്ട് കഴിയുന്ന ആൾക്ക് അവർക്ക് പിന്നെ ജനന മരണങ്ങളൊന്നും ഇല്ല. അപ്പോ ആ ഭഗവാനെ ഉപാസിക്കലാണ് ഏറ്റവും വലിയ ധർമ്മം എന്നാണ് ഇവിടെ പറയുന്നത്. ഏവൈ ഭഗവതാ പ്രോക്ത ഉപായ ഹ്യാത്മജബുദയേ അഞ്ചപുംസാം അവിദുഷാം വിദ്ധി ഭാഗവതാങ്കിതാൻ. ഇവിടെ ആ ഭാഗവത ധർമ്മങ്ങളെ കുറിച്ച് ചോദിച്ച സമയത്ത് പറയണത് ഇതാണ്. ആ ഭയമില്ലാത്ത അവസ്ഥ വരുന്നത് ഭാഗവത ധർമാചരണം കൊണ്ട് ഈശ്വര ശരണാഗതി അടയാനായി കൊണ്ട് കഴിയും. അതാണ് അത്യുത്തമമായിട്ടുള്ള ശ്രേയസ് എന്നാണ് ആ ശാസ്ത്രം പറയുന്നത്. അതുകൊണ്ട് പരമശ്രേയസിനെ സാധിപ്പിക്കുന്ന ഭാഗവത ധർമ്മങ്ങളെ ഉപദേശിച്ചു തരണം എന്നാണ് നിമി മഹാരാജാവ് കവി എന്ന യോഗീശ്വരനോട് അപേക്ഷിക്കുന്നത്. അപ്പോ അതിന് മറുപടിയായിട്ടാണ് ഭാഗവത ധർമ്മങ്ങളെ കുറിച്ച് കവി പറയണത്. എന്താ? നശിക്കുന്ന ശരീരമാണ് താനെന്ന തോന്നലാണ് സകല ഭയത്തിനും ഹേതുവായിട്ടിരിക്കുന്നത്. ദുഃഖത്തിനും ഭയത്തിനും ഹേതു ഈ നശിക്കുന്ന ശരീരമാണ് ഞാൻ എന്ന തോന്നല്. അപ്പോ ആ തോന്നലില്ലാതാവാൻ, ആ ഭയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും രക്ഷപ്പെടാൻ എന്ത് വേണം? നാശരഹിതനായിട്ടുള്ള ഭഗവാന്റെ പാദസേവനം. ആ ഭഗവാനെ
ആശ്രയിക്കുന്നതോടുകൂടെ, അതായത് ഭഗവാന്റെ സ്വഭാവം നിത്യനാണ്, സത്യമാണ് ഭഗവാൻ. അപ്പൊ ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ആശ്രയിക്കുന്നതോടുകൂടെ നമ്മുടെ ശരീരാഭിമാനം നീങ്ങി ഭയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും എന്നേക്കുമായിട്ട് രക്ഷപ്പെടാനായിക്കൊണ്ട് പറ്റും. അപ്പോ ഭഗവാന്റെ പാദസേവയാണ് ജീവന് എല്ലാവിധ ഭയത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഉത്തമമായിട്ടുള്ള അനുഷ്ഠാനം. അത് അജ്ഞന്മാരായിട്ടുള്ള ജീവന്മാർക്ക് എന്താ, അഞ്ചപുംസാം അവിദുഷാം വിദ്ധി ഭാഗവതാൻ ഹിതാൻ. അജ്ഞന്മാരായിട്ടുള്ള ജീവന്മാർക്ക് എളുപ്പത്തില് ഈശ്വര സാക്ഷാത്കാരം സാധിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്നെ ഉപദേശിച്ച അനുഷ്ഠാനങ്ങളാണ് ഭാഗവത ധർമ്മങ്ങൾ എന്നാണ്. സാധാരണ ഭാഗവത ധർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ എന്റെ ഗുരുനാഥൻ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുക ഭഗവാനെ സംബന്ധിച്ച ധർമ്മങ്ങൾ എന്ന് പൊതുവെ പറയും, പക്ഷെ അങ്ങനെ അല്ല എന്നാണ്. ഭാഗവതന്മാര് അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ധർമ്മങ്ങളെയാണ് ഭാഗവത ധർമ്മങ്ങൾ എന്ന് പറയുക എന്നാ പറയുക. കാരണം ഭഗവാനെ സംബന്ധിച്ച ധർമ്മം ഭഗവാൻ ഉപദേശിക്കുകയാണ്. ഇവിടെ ഭഗവാനിലേക്ക് എത്താനുള്ള മാർഗം ജീവന്മാർക്ക് ഭഗവാനെ ആശ്രയിക്കണം, ഭഗവാനിൽ എത്തണം എന്ന ആഗ്രഹമുള്ള ആളുകൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള സമ്പ്രദായത്തെയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഭാഗവതന്മാർ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ധർമ്മങ്ങൾ തന്നെയാണ് ഭാഗവത ധർമ്മങ്ങള്. അല്ലാണ്ട് ഭഗവാനെ സംബന്ധിച്ച ധർമ്മമാണ് എന്ന് പറയുന്നതിൽ അതിനേക്കാളും കൂടുതൽ നല്ലത് ഇങ്ങനെയാണെന്ന് തോന്നാറുണ്ട്. കാരണം നമുക്ക് ഈശ്വരനെ പ്രാപിക്കണം, ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള ഭയവും ഇല്ലാത്തൊരവസ്ഥ അല്ലേ. ഇപ്പോ 7ാമത്തെ ദിവസം തക്ഷകൻ കടിച്ച് മരിക്കും വന്ന ശാപം കിട്ടിയില്ല ശ്രീപരീക്ഷത്ത് ഗംഗാതീരത്ത് ശ്രീശുഖ ബ്രഹ്മഋഷിയുടെ മുമ്പില് ശ്രീമദ് ഭാഗവതം സപ്താഹമായിട്ട് കേട്ട് 7ാമത്തെ ദിവസം എന്താ ശ്രീപരീക്ഷത്ത് പറഞ്ഞത്? പ്രവിഷ്ടോ ബ്രഹ്മനിർവാണം അഭയം ദർശിതം ത്വയാ. ഇപ്പോ എനിക്ക് യാതൊരു തരത്തിലുള്ള ഭയവും ഇല്ലാത്ത ആ ബ്രഹ്മഭാവത്തെ അങ്ങ് കാണിച്ചു തന്നു എന്നാണ്. അപ്പൊ അവിടെ കാണിച്ചു കൊടുക്കുക. ഇതുപോലെ ഒരിക്കലും ഭയമില്ലാത്തൊരവസ്ഥ സംജാതമാകുന്നത് നിരന്തരമായിട്ടുള്ള ഈശ്വരോപാസനയിലൂടെയാണ്. ആ ഈശ്വരനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ ജീവന് ഭയമില്ല. എന്താ കാരണം? ഈശ്വരനിലെത്തിയ ജീവൻ പിന്നെ ജനന മരണങ്ങൾക്ക് വഴിപ്പെടേണ്ടതായിട്ടുള്ള കാര്യമില്ല. പിന്നെ അയാൾക്ക് ജനനവും ഇല്ല മരണവും ഇല്ല എന്നാണ്. അതുകൊണ്ട് ആ ഭാഗവത ധർമ്മങ്ങള് ഭഗവാനിലേക്കുള്ള ശരിക്കുള്ള രാജപാതയാണെന്നാ പറയുക. ഈ രാജപാത കൊണ്ടുകൂടിയൊന്നും ഇല്ലാത്തതാണല്ലോ. അതുകൊണ്ട് അത് ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുന്ന ആൾക്ക് ഒരിക്കലും വഴിതെറ്റില്ല എന്നാണ്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് കണ്ണടച്ചോടിയാലും വീഴില്ല. എന്താ ഈ കണ്ണടച്ചോടിയാൽ എന്ന് പറയുന്നത്? അതായത് ആ കണ്ണ് എന്ന് വെച്ചാല് വേദത്തിലെ വിധി നിഷേധങ്ങളാണ്. അവർക്ക് എപ്പോഴും ഭഗവാനെ തന്നെ സ്മരിച്ച് ഭഗവാനിൽ തന്നെ ഇരിക്കുന്ന ഒരാൾക്ക് ഇന്ന സമയത്ത് കാലം ദേശം ഇതിനനുസരിച്ചിട്ട് കാര്യങ്ങളൊന്നും ചെയ്യണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. ഈ കാക്കശ്ശേരി ഭട്ടേരിയുടെ കഥ കേട്ടിട്ടുണ്ട്. മറ്റ് ബ്രാഹ്മണരൊക്കെ കൂടി അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് സന്ധ്യയായി, എല്ലാവരും സന്ധ്യാവദനത്തിലുള്ള പുറപ്പാടായി, ഇദ്ദേഹം മിണ്ടാതെ കിടക്കുക. അപ്പോഴാണ് മറ്റുള്ള ബ്രാഹ്മണരൊക്കെ അദ്ദേഹത്തെ കളിയാക്കിയതാണ്. ബ്രാഹ്മണ വംശത്തിൽ ജനിച്ച് പൂണൂലിട്ട് നടക്കുക, സന്ധ്യക്ക് കിടന്നുറങ്ങുക, സന്ധ്യാവദനം ഒന്നും ചെയ്യാറുണ്ട് എന്ന്. അപ്പൊ എന്താ അദ്ദേഹം മറുപടി പറഞ്ഞത്? വിഡ്ഢികളെ, നിങ്ങളുടെ ഹൃദയത്തില് സൂര്യനെ അസ്തമിച്ചിട്ടുള്ളൂ, എന്റെ ഹൃദയത്തില് സൂര്യനെ അസ്തമിച്ചിട്ടില്ല എന്നാണ്. സൂര്യ അസ്തമിക്കുമ്പോഴല്ലേ സന്ധ്യാവണത്, അപ്പോഴല്ലേ സന്ധ്യാവദനം ചെയ്യേണ്ടത്. ഇതാണ്. അപ്പൊ ആ നിലയിൽ എത്തിയ ആൾക്കത് വേണ്ടെന്നാ പറഞ്ഞത്. അവിടെ എത്തണമെങ്കിൽ കുറെ പ്രയാസമാണ്. ജന്മജന്മാന്തരങ്ങള് ആ ചെയ്ത തപസ്സിന്റെ പ്രഭാവം കൊണ്ട് ആ നിലയിൽ ജീവൻ എത്തുള്ളൂ. അങ്ങനെ അവിടെ എത്തിയ ആൾക്ക്, ഭഗവാനിൽ എത്തിയ ആൾ തന്നെയാണ് അയാള്, സംശയമില്ല. അയാൾക്ക് പിന്നെ വിധി നിഷേധങ്ങളൊന്നും ബാധകമല്ല എന്നാണ്. അപ്പോ ആ തരത്തില് ഭഗവാനെ ആശ്രയിക്കുക. യാനാസ്തായ നരോരാജൻ ന പ്രമാദ്യേത കരുഖജിൽ ധാവൻ നിമീല്യവാനേത്രേ നസ്ഖലേന പതേതിഹ. ഇങ്ങനെ ഭഗവാനെ തന്നെ ആശ്രയിച്ച് ആ ഭഗവാനിൽ തന്നെ, ഭഗവത് ഉപാസനയിൽ തന്നെ ജീവിതം നയിക്കുന്ന ഒരാൾക്ക് പിന്നെ വിധി നിഷേധങ്ങളൊന്നും ബാധകമല്ല. ആ വിധത്തിലുള്ള ഭാഗവത ധർമ്മങ്ങളെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന് ഒരിക്കലും പ്രമാദം ഉണ്ടാവില്ല എന്ന്. അവൻ കണ്ണടച്ചോടിയാലും അവന് പതനം ഉണ്ടാവില്ല, കുണ്ടിലും കുഴിയിലൊന്നും വീഴില്ല. അപ്പൊ ഭാഗവത ധർമ്മം അനുസരിച്ച് ജീവിക്കുന്ന ആള്, അതായത് ശാസ്ത്രമര്യാദ അനുസരിച്ച് ഭഗവാനെ മാത്രം ആശ്രയിച്ച് സേവിക്കുന്ന പുരുഷന് മാർഗത്തിൽ നിന്ന് തെറ്റുവരില്ല. ഒരിക്കലും അവൻ മാർഗത്തിൽ നിന്ന് തെറ്റില്ല. അവനൊരിക്കലും ആ പോണ വഴിയിൽ വിഘ്നം ഉണ്ടാവില്ല. അവൻ കണ്ണടച്ചോടിയാലും തട്ടി വീഴില്ല, കുണ്ടിലും കുടിയിലൊന്നും പതിക്കില്ല. ശരിയായ പാതയിലൂടെ ഭഗവാനിൽ എത്തിച്ചേരും എന്നതാണ് പറഞ്ഞതിന്റെ അർത്ഥം എന്നാണ്. അപ്പൊ ആ തരത്തിലാണ് ഭാഗവത് ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ആ ഭക്തന്റെ അവസ്ഥ. അതിന് പറയുകയാണ് കായേന വാച
മനസേന്ദ്രിയേർവ ബുദ്ധിയാത്മനാവാനുസൃത സ്വഭാവാൽ കരോതി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയേത്തൽ. ഇതാണ് ഭാഗവതധർമ്മങ്ങളുടെ അടിസ്ഥാനം. അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നോ, നമ്മളിപ്പോ ഈ ശ്ലോകം എല്ലാവർക്കും ബൈഹാട്ടാണ് അല്ലെ. ഞാൻ കുട്ടിക്കാലത്ത് തന്നെ നാമം ജപിക്കാനിരിക്കുമ്പോ ഈ ശ്ലോകം ഉച്ചത്തിൽ ജപിക്കും. ഇതിനു വേണ്ടിയിട്ട് അറിയോ, ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ മുത്തശ്ശിക്ക് അറിയാം നമ്മുടെ നാമജപം കഴിഞ്ഞു, അത്താഴം എടുത്തു വെക്കണം. അപ്പൊ ഈ അത്താഴം കിട്ടാൻ വേണ്ടിയിട്ട് പണ്ടൊക്കെ നാമം ജപിക്കുക. അപ്പൊ ഈ അവസാനം ജപിക്കേണ്ടതാണ് ഈ കായേന വാച. അത് പണ്ടേ പഠിച്ചു വെച്ചതാ. പക്ഷെ അത് പണ്ടേ പഠിച്ചു വെച്ചത് കൊണ്ട് ഇപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്നൊന്നും ചൊല്ലി അതിന്റെ അർത്ഥം തന്നെ ഇല്ലാണ്ടായിരിക്കണം ഇപ്പൊ ലോകത്തിൽ എല്ലായിടത്തും. അപ്പൊ നമ്മളിപ്പോ അർത്ഥം ഇന്നതാണെന്ന് മനസ്സിലായിട്ട് പോലും നമുക്ക് ആ നിലയിൽ എത്താൻ പറ്റിയിട്ടില്ല ഇതുവരെ. അപ്പൊ അത് എത്രത്തോളം നമ്മളിപ്പോ അതിനെ ഉൾക്കൊള്ളാനായിക്കൊണ്ട് നമ്മൾ ശ്രമിക്കില്ല. അത് യാന്ത്രികമായിട്ട് ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ അത് കാണിച്ചു തരികയാണ്. അപ്പൊ കായേന വാച മനസ്സേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാവാനുസൃത സ്വഭാവാൽ കരോതി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയേത്തൽ. ഓരോരുത്തരും അവരവരുടെ സ്വഭാവത്തിനനുസരിച്ചുകൊണ്ട് ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ഇന്ദ്രിയങ്ങളെ കൊണ്ടോ ബുദ്ധി കൊണ്ടോ ചെയ്യുന്നതൊക്കെയും സർവാന്തര്യാമിയായിട്ട് വിളങ്ങുന്ന ഭഗവാൻ, പരമപുരുഷനായിട്ടുള്ള ഭഗവാന് സമർപ്പിക്കുക. അപ്പൊ ഭഗവാൻ സന്തോഷിക്കണേ എന്ന ഭാവത്തില് കർമ്മങ്ങളൊക്കെ ചെയ്യുക. ഭഗവത് സ്മരണയോടുകൂടി ഏത് കർമ്മം ചെയ്യുകയാണെന്ന് വെച്ചാലും ഭഗവത് സ്മരണയ്ക്ക് പ്രാധാന്യം കൊടുത്ത് ഭഗവത് സ്മരണയോട് കൂടിയിട്ട് നമ്മള് കർമ്മം ചെയ്യുക. ഭഗവത് സ്മരണയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങള് ഒരിക്കലും കർമ്മവാസനകളായിട്ട് മനസ്സിൽ സഞ്ചയിക്കപ്പെടില്ല. ആ മുമ്പുള്ള കർമ്മവാസനകളോ ശരിക്കും ഭഗവത് സ്മരണയുടെ തീവ്രത കൊണ്ട് പഴയ കർമ്മവാസനകളൊക്കെ നശിക്കും. ഭഗവത് സ്മരണയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങള് കർമ്മവാസനകളായിട്ട് മനസ്സിൽ നിൽക്കൂല്ല. അതോടുകൂടി മനസ്സ് ശുദ്ധമായിട്ട് തീരും. മനസ്സിൽ വാസനകളൊന്നുമില്ല, മനസ്സ് ശുദ്ധമായി തീർന്നാലോ വാസനകളാണ് അടുത്ത ജന്മത്തിന് കാരണമായിട്ടിരിക്കുന്നത് ജീവന്റെ. വാസനകളൊന്നും ഇല്ലെങ്കിൽ മനസ്സും ഇല്ല, മനസ്സില്ലെങ്കിൽ ജീവന് പുനർജന്മം ഇല്ല എന്നാണ്. അപ്പൊ അതോടുകൂടി ജീവന് മുക്തി കിട്ടുകയാണ് അല്ലേ. അപ്പോ ആ നിലയില് സകല പ്രവൃത്തിയും ഭഗവാൻ സന്തോഷിക്കണേ എന്ന ഭാവത്തില് ആ ഭഗവാന് അതായത് നശിക്കുന്ന ശരീരമാണ് താനെന്ന തോന്നലാണ് ഭയത്തിനും ദുഃഖത്തിനും ഹേതു. നാശരഹിതനായിട്ടുള്ള ഭഗവാന്റെ പാദസേവനമാണ് ശരിയായിട്ട് ശരീരാഭിമാനം നീങ്ങി ഭയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും എന്നേക്കുമായിട്ട് രക്ഷപ്പെടാനുള്ള അനുഷ്ഠാനം. അജ്ഞന്മാരായിട്ടുള്ള ജീവന്മാർക്ക് എളുപ്പത്തില് ആ ഈശ്വര സാക്ഷാത്കാരം സാധിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഉപദേശിച്ച മാർഗങ്ങളാണ്, ആ അനുഷ്ഠാനങ്ങളാണ് ഭാഗവത ധർമ്മങ്ങൾ. ആ ഭാഗവത ധർമ്മങ്ങളെ ശരിയായിട്ട് അനുഷ്ഠിക്കുന്ന ഭക്തന് പിന്നെ ജീവിതത്തിൽ ഒരിക്കലും പതനം ഉണ്ടാവില്ല. ആ ജീവൻ ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കും. അതിനെന്താ വേണ്ടത്? തന്റെ സ്വഭാവം അനുസരിച്ചിട്ട് ശരീരം, ഇന്ദ്രിയങ്ങള്, മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇവ കൊണ്ട് എന്തൊക്കെ ചെയ്യുന്നുവോ ആ സകല കർമ്മങ്ങളും ഭഗവാൻ നാരായണനെ സമർപ്പിക്കുക എന്നതാണ് ശരിക്കു പറഞ്ഞാല് ഭാഗവത ധർമാനുഷ്ഠാനം എന്നാണ്. എല്ലാ കർമ്മങ്ങളും ഭഗവാൻ സന്തോഷിക്കണം എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഈശ്വര സ്മരണയോടുകൂടി ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴോ ഈശ്വര സ്മരണയ്ക്കാവും പ്രാധാന്യം. കർമ്മങ്ങളൊക്കെ യാന്ത്രികമായിട്ട് തീരുകയും ചെയ്യുന്ന, യാന്ത്രികമായിട്ട് തീർന്ന കർമ്മങ്ങളിൽ കർമ്മവാസനകൾ ഉണ്ടാവില്ല. അപ്പൊ കർമ്മങ്ങൾ യാന്ത്രികങ്ങളായിട്ട് തീരും. ഈശ്വരൻ ആ തരത്തില് എല്ലാം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യാണ് വേണ്ടത്. ഇവിടെ ഭയം ദ്വിതീയാഭിനിവേശിതസ്യാൽ ഈശാദവേശസ്യ വിപര്യയോ സ്മൃതി ത്വന്മായാദോ ഭുത ആപചേത്തം ഭക്തീകേശം ഗുരുദേവതാത്മാനാണ്. ഇപ്പോ അതായത് നമ്മളെല്ലാ കർമ്മങ്ങളും ഭഗവാൻ സന്തോഷിക്കണേ എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഈശ്വര സ്മരണയോടുകൂടി ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴോ ഈശ്വര സ്മരണയ്ക്ക് പ്രാധാന്യം കൂടും, കർമ്മങ്ങൾ യാന്ത്രികമായിട്ട് തീരും. ഈശ്വരനിൽ നിന്ന് വിമുഖന്മാരായിട്ട് ജീവിക്കുന്നവരെ, അതായത് ഈശ്വര സ്മരണയില്ലാണ്ട് ജീവിച്ച് കർമ്മം ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവരെ ശരിക്കും ഭഗവാന്റെ മായ ബാധിക്കുക. ഈ മായയ്ക്ക് രണ്ട് ശക്തികളുണ്ട് എന്നാണ് പറയുക. വിക്ഷേപവും ആവരണവും എന്നാണ്. ഇതാണ് മായയുടെ രണ്ട് ശക്തികൾ. ആവരണ ശക്തി കൊണ്ട് ആത്മസ്വരൂപം അറിയുക, വിക്ഷേപ ശക്തി കൊണ്ട് ശരീരാണ് താന് എന്നൊരു തോന്നലുണ്ടാവുക. അപ്പൊ ഈ ശരീരാഭിമാനമാണ് ഭയത്തിന് കാരണം. അതുകൊണ്ട് വിവേകിയായിട്ടുള്ള ഒരു സാധകൻ എന്താ ചെയ്യേണ്ടത്? ഈ ആത്മവിസ്മൃതിയെയും ശരീരാഭിമാനത്തെയും ഉണ്ടാക്കുന്നതായ
അല്ലെങ്കിൽ ആത്മവിസ്മൃതിയും ശരീരാഭിമാനവും ഉണ്ടാകുന്നത് ആരുടെ മായ കൊണ്ടാണോ ആ ഭഗവാനെ ഭജിക്കുകയാണ് വേണ്ടത്. മായ കൊണ്ടാണ് നമുക്ക് ഈ ശരീരാഭിമാനവും ആത്മവിസ്മൃതിയും ഉണ്ടാവുന്നത്. അപ്പൊ ആ മായ ആരുടെ, അതായത് ആരുടെ നിയന്ത്രണത്തിലാണോ ആ ഭഗവാന്റെ ആ ഭഗവാനെ ഭജിക്കുക. കാരണം ഭഗവാന്റെ ശക്തി വിശേഷമാണ് ഈ മായ എന്ന് പറയുന്നത്. അപ്പൊ ആ ഭഗവാനെ തന്നെ ഭജിക്കുകയാണ് വേണ്ടത്. എന്നാലേ ശരിയായിട്ടുള്ള ഭയനിവൃത്തി നമുക്കുണ്ടാവുള്ളൂ എന്നാണ്. അപ്പോ ആ ആ ആത്മാവ് തന്നെയാണ് എന്താ ഭക്തികയേശം ഗുരു ദേവതാത്മാ. ആ അതായത് ആ ആത്മാവ് തന്നെയാണ് ശരിക്ക് ഗുരുവായിട്ടും ഇഷ്ടദേവനായിട്ടും വിളങ്ങുന്നത് എന്ന ബോധത്തോടു കൂടെ അഭേദമായ ഈശ്വര ഭജനം കൊണ്ട് മായ നമ്മളിൽ നിന്ന് നിവർത്തിക്കുന്ന. അങ്ങനെ മായ നിവർത്തിച്ച് അതുകൊണ്ടാണ് ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ എന്ന് പറയണത്. കാരണം ഗുരു തന്നെയാണ് ഈശ്വരൻ അല്ലെങ്കിൽ ബ്രഹ്മം ആ ഭാവത്തിൽ കാണിച്ചു തരികയാണ്. അങ്ങനെ അഭേദമായിട്ടുള്ള ഈശ്വര ഭജനം കൊണ്ട് മായ, അതായത് ആ ആത്മാവ് തന്നെയാണ് ഗുരുവായിട്ടും ഇഷ്ടദേവനായിട്ടും വിളങ്ങുന്നത് എന്ന ബോധത്തോടു കൂടിയുള്ള അഭേദമായ ഈശ്വര ഭജനം കൊണ്ട് മായ നിവർത്തിക്കും. പിന്നെ അവിദ്യമാനോപ്യവഭാതിദ്വയോ ജാതുർദിയാ സ്വപ്ന മനോരഥോ യഥാ തൽ കർമ്മ സങ്കല്പ വികൽപകം മനോ ബുധോ നിരുദ്യാത് അഭയം തദസ്യാൽ എന്നാണ്. അതായത് ഈ ആത്മാവ് ഈ മനസ്സിലെ സങ്കല്പ വികല്പങ്ങളാണ് സ്വപ്നത്തിലും ഈ മനോരാജ്യത്തിലും എന്നതുപോലെ ആത്മാവായിട്ടുള്ള തന്നില്, ഇവിടെ ഉള്ളത് ആത്മാവ് മാത്രമാണ്. പക്ഷെ ആത്മാവായിട്ടുള്ള തന്നില് ഇല്ലാത്തതായിട്ടുള്ള ഈ പ്രപഞ്ച പ്രതീതിയെ ജനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ മനസ്സിന്റെ തോന്നൽ മാത്രമാണ്. അപ്പോ ഈ മനസ്സ് അടങ്ങിക്കഴിഞ്ഞാലോ തന്നിൽ നിന്ന് അന്യമായി മറ്റൊന്നും അനുഭവപ്പെടില്ല. അപ്പൊ തന്നിൽ താനായിട്ടിരിക്കുന്നത് ആത്മാവ് തന്നിൽ നിന്ന് അന്യമായിട്ട് ചെറുതുണ്ട് എന്ന് തോന്നുമ്പോഴാണ് ഭയം ഉണ്ടാവുന്നത്. അതുകൊണ്ട് ബുദ്ധിമാനായിട്ടുള്ള സാധകൻ മനസ്സിനെ അടക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. മനസ്സ് അടങ്ങിക്കഴിഞ്ഞാല് പിന്നെ ഭയമില്ലാതെ ആയിട്ട് തീരുന്നതാണ്. അപ്പൊ മനസ്സിന്റെ തോന്നലാണ് ഈ പ്രപഞ്ചം. അപ്പൊ ആ പ്രപഞ്ച പ്രതീതി ഇല്ലാണ്ടാവണം. ഭഗവാനെ ഭജിക്കുന്നതോടുകൂടെ ശരിക്ക് ആ പ്രപഞ്ച പ്രതീതി തന്നെ ഇല്ലാണ്ടായിട്ട് തീരും. അപ്പോ ഈ വാക്ക് വിചാരം പ്രവൃത്തി ഇത് മൂന്നും എപ്പോഴും വിഷയങ്ങളിൽ തന്നെ മുങ്ങിയിട്ട് വിഷയാകാരമായിട്ടിരിക്കലാണ് ജീവന്മാരുടെയൊക്കെ സ്വഭാവമായിട്ടിരിക്കുന്നത്. അവയെ ആ വിഷയങ്ങളിൽ നിന്ന് സർവാത്മന വലിച്ചെടുത്തിട്ട് ഈശ്വരാകാരമാക്കി തീർക്കുക. ഇതാണ് ഭാഗവതധർമ്മത്തിന്റെ സ്വരൂപം എന്ന് പറയുന്നത്. സ്വതേ ഈ മനുഷ്യന്റെ അറിവ് ശരിക്കു പറഞ്ഞ അന്ധമാണ്, അജ്ഞാനമാണ്. താൻ എവിടെ നിന്ന് വന്നു എന്നോ എവിടേക്ക് പോകുന്നു എന്നോ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്നോ ചോദിച്ചാൽ ആർക്കും അതിന് വ്യക്തമായിട്ടൊരു മറുപടി തരാൻ പറ്റില്ല. കാരണം വിവേകമാകുന്ന ദൃഷ്ടിയില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോ ആ അന്ധമാണ്. ഈ ജീവിക്കുന്ന ജീവിതയാത്ര നോക്കൂ, അത് എപ്പോഴും ക്ലേശങ്ങളെ കൊണ്ട്. അതാണ് നേരത്തെ പറഞ്ഞത് വിചിത്ര വ്യസനാൽതം സർവ്വതോ ഭയം എന്നൊക്കെ പറഞ്ഞത്. എല്ലായിടത്തും ഭയവും ദുഃഖവും മാത്രമാണ് ആ ജീവിതയാത്ര. രാഗദ്വേഷങ്ങളാകുന്ന കല്ലും മുള്ള്, സുഖദുഃഖങ്ങളാകുന്ന കുന്തും കുഴിയും. ഇതാണ് മാർഗം. സ്വതേ തന്നെ അന്ധനായിട്ടുള്ള ഒരാള് ഈ ദുഷിച്ചതായില്ലെങ്കിൽ ദുർമാർഗത്തിൽ കൂടെ തന്നെത്താൻ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഫലത്തെ കുറിച്ച് നമുക്ക് ആലോചിക്കാം, അല്ലെ? കണ്ണേ കാണില്ല, അന്ധനാണ്. ആ നടക്കുന്ന വഴിയും ഈ അതായത് ഇങ്ങനെ കുണ്ടും കുഴിയും കല്ലും മുള്ളൊക്കെ നിറഞ്ഞതായാൽ അയാളുടെ യാത്ര എത്ര നല്ലതായിട്ട് തീരും? വളരെ ക്ലേശങ്ങളെ സഹിക്കേണ്ടതായിട്ട് വരും. ആ ക്ലേശങ്ങളിലൂടെയാണ് യാത്ര. അപ്പോ ഈ അങ്ങനെയുള്ള യാത്ര കൊണ്ട് ലക്ഷ്യത്തിലെത്താൻ പറ്റുമോ? പറ്റില്ല. ഏതെങ്കിലും കുണ്ടിലോ കുഴിയിലോ ആ വീട് നശിക്കുന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇതുപോലെ അവിവേകിയായിട്ടുള്ള മനുഷ്യൻ അവലംബം ഇല്ലാണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ അധപ്പതനമാണ് ശരിക്കും ഫലം. അന്ധനായിട്ടുള്ള ഒരാള് ഏത് പ്രകാരമാണോ കണ്ണ് കാണുന്ന ഒരാളെ അവലംബിച്ചിട്ട് ജീവിതയാത്ര സുഖമാക്കുന്നത് അല്ലെങ്കിൽ അയാളുടെ യാത്ര സുഗമമാക്കുന്നത്, അതുപോലെ അവിവേകിയായിട്ടുള്ള മനുഷ്യൻ ജ്ഞാനസ്വരൂപനായിട്ടുള്ള ഈശ്വരനെ സർവാത്മന ആശ്രയിക്കണം. ആ ആശ്രയിക്കലാണ് ശരിക്കു പറഞ്ഞാല് ഈ ഭാഗവത ധർമ്മം. അപ്പൊ ശരീരം കൊണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടും ബുദ്ധി കൊണ്ടും എന്തൊക്കെ ചെയ്യുന്നുവോ അത് മുഴുവൻ ഈശ്വരനിൽ അർപ്പിക്കുക. ഈശ്വരന്റെ പ്രീതിക്ക് വേണ്ടി മാത്രം ചെയ്യുക. ഭഗവത് പ്രീതി മാത്രമാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് കരുതുക. അത് തന്നെയാണ് ഈശ്വരാശ്രയം എന്നത്. ആ ഭയം കൊണ്ട് നിറയപ്പെട്ടതായിട്ടുള്ള ഈ സംസാരം
ലോകത്തിലെ സർവ്വജീവികളും ഭയപ്പെടുന്നുണ്ട് അല്ലെ? എപ്പോഴും ഭയപ്പെട്ടുകൊണ്ടാ കഴിയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭയപ്പെടാണ്ട് ഒരാളും ജീവിക്കണില്ല. ഈ നാനാത്വ ബോധം ഉള്ളിടത്തോളം കാലം ഒരാളെയും ഭയം കൈവിടാൻ പോണില്ല. ഈ നാനാത്വ ബോധമാണ് ഭയത്തിന് അടിസ്ഥാനം. അദ്വൈത ബോധം ഉറയ്ക്കുന്ന സമയത്ത് മാത്രമേ നമ്മുടെ നാനാത്വം നശിക്കുള്ളൂ. ആ അദ്വൈത ഭാവം എപ്പോഴാ ഉറക്കുക? അത് ഈശ്വരന്റെ സർവാത്മഭാവം ഉറയ്ക്കുമ്പോ മാത്രമാണ് അദ്വൈത ഭാവം ഉറക്കുക. ഭക്തിയോടുകൂടിയ ഭഗവത് ഭജനം കൊണ്ട് അല്ലെങ്കിൽ ഭാഗവത ധർമ്മ സേവനം കൊണ്ട് ഭഗവാന്റെ കാരുണ്യം ഉണ്ടാകുമ്പോ, ആ ഭഗവത് പ്രീതി ഉണ്ടാകുന്ന സമയത്ത് അന്ധകരണ ശുദ്ധി വന്ന് ഈശ്വരന്റെ സർവാത്മഭാവം ബോധിച്ച് നാനാത്വം നശിക്കാൻ ഇടയായിട്ട് തീരും. അപ്പോ ആ ജീവൻ എല്ലാ ഭയങ്ങളിൽ നിന്നും നിവർത്തിക്കുന്നതാണ്. വാസ്തവത്തില് ഈ കാണുന്നതൊന്നും ഉള്ളതൊന്നും അല്ല. ഈ കാണുന്ന ലോകത്തിന്റെ അനുഭവങ്ങളൊന്നും തത്വദൃഷ്ടിയ നോക്കുമ്പോ ഈ ജഗത്ത് എന്നുള്ള വസ്തു തന്നെ ഇല്ലാത്തതാണ്. പക്ഷെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാന കാലത്തോ അത് ഉള്ളതുപോലെ തോന്നും. അതാണ് സ്വപ്നത്തിന്റെയും മനോരഥത്തിന്റെയും കാര്യം പറഞ്ഞത്. സ്വപ്നം കാണുന്ന സമയത്ത് സ്വപ്നാനുഭവങ്ങളൊക്കെ സത്യമാണ് അല്ലെ? അപ്പൊ അതുപോലെ മനസ്സിൽ അപ്പോഴപ്പോൾ സങ്കല്പിക്കുന്ന വസ്തുക്കളും ഈ സ്വപ്ന ദൃഷ്ട പദാർത്ഥങ്ങളും വാസ്തവത്തിൽ ഇല്ലാത്തതാണെങ്കിലും അനുഭവിക്കുന്ന വർത്തമാന കാലത്ത് തികച്ചും ഉള്ളതായിട്ട് തീരുന്നു. എന്താ അതിന് കാരണം? സങ്കല്പ സ്വരൂപമായിട്ടുള്ള മനസ്സിന്റെ സങ്കല്പ ശക്തിയാണ് അതിന് കാരണം. അതുകൊണ്ട് മനസ്സ് എന്ന തത്വം ഉള്ളതായി തന്നെ ഇരിക്കും. ഈ പരമാർത്ഥം അറിഞ്ഞ ആളുകള് ഭഗവത് ധർമാനുഷ്ഠാനം കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കുക, മനസ്സിനെ ലയിപ്പിക്കുകയാണ് ഭഗവാന്റെ. മനസ്സ് ലയിക്കുമ്പോൾ മാത്രമേ ഒരാൾക്ക് ശരിക്ക് അഭയം കിട്ടാനായിട്ട് പോകുന്നുള്ളൂ. ആ മനസ്സ് ശരിക്ക് എങ്ങനെ ലയിക്കുക? ഗുരുനാഥനെ ആശ്രയിച്ച് ആ ഗുരുനാഥനിൽ നിന്ന് ആ ഈശ്വരന്റെ മാഹാത്മ്യങ്ങളൊക്കെ വേണ്ടതുപോലെ ശ്രവിച്ച് ആ മനസ്സ് പതുക്കെ പതുക്കെ ആ ഈശ്വരനില് അടക്കുക. മനസ്സടങ്ങാൻ അതായത് ഒരുപാട് വിഷമമുണ്ടെന്ന് അർത്ഥം. കാരണം മനസ്സത്ര പെട്ടെന്നൊന്നും അടങ്ങുന്ന ഒരു വസ്തു അല്ല നമ്മുടെ ഉള്ളിലുള്ളത്. അത് കൊരങ്ങനെ പോലെ എന്നൊക്കെയാണ് ശാസ്ത്രം പറയുക അല്ലെ? അത് പല രീതിയിലും പറയാറുണ്ട്. ഒരു കുട്ടിക്കൊരങ്ങന്റെ സ്വഭാവമാണ് ഈ മനസ്സിന്. അപ്പോൾ ഈ മനോരഥവും സ്വപ്നവും മനസ്സിന്റെ ഭാവന മാത്രമാണ്. ഓരോന്നും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവ മനസ്സിൽ തെളിഞ്ഞു വരുന്നതാണ് മനോരഥം. ഉറങ്ങുമ്പോഴോ താൻ മാത്രമേ ഉള്ളൂ എങ്കിലും മനസ്സ് സൃഷ്ടിക്കുന്നതാണ് സ്വപ്ന ദർശനങ്ങൾ. ഉണരുമ്പോ അവയെ കാണുന്നില്ല. ഇതിൽ നിന്ന് ദേഹവും ആത്മാവും രണ്ടെന്ന് തോന്നുന്നതും ശരീരമാണ് ആത്മാവെന്ന് ധരിക്കുന്നതും ശരിക്കു പറഞ്ഞാൽ മായ മൂലം ഉണ്ടാകുന്നതായിട്ടുള്ള സങ്കല്പം മാത്രമാണ്. അപ്പൊ ആ മനസ്സിന്റെ സ്വഭാവമാണത് എന്ന് മനസ്സിലായിട്ട് മനസ്സിന്റെ സങ്കല്പ വികല്പങ്ങളെയൊക്കെ നിയന്ത്രിക്കണം. വാസ്തവത്തിൽ ഈ മനസ്സ് എന്ന് വെച്ചാൽ തന്നെ സങ്കല്പ വികല്പങ്ങളെയാണ് മനസ്സ് എന്ന് പറയുക. അപ്പൊ ആ സങ്കല്പ വികല്പങ്ങൾ അടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മനസ്സുമില്ല. അപ്പൊ ആ മനസ്സ് ഇല്ലാണ്ടാവാൻ ഉള്ള മാർഗം എന്താണ്? അല്ലെങ്കിൽ മനസ്സിനെ നിയന്ത്രിക്കാൻ, മനസ്സിന്റെ സങ്കല്പ വികല്പങ്ങള് ഇല്ലാണ്ടാവാനുള്ള അനുഷ്ഠാനം എന്താണെന്നാണെങ്കിൽ അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ഷുണ്വൻ സുഭദ്രാണി രഥാംഗപാണേർ ജന്മാനി കർമാണി ചെയ്യാനി ലോകേ ഗീതാനി നാമാനി തദർത്ഥകാനി ഗായൻ വിരജോ വിജരേത് അസംഗ. അതായത് ചക്രപാണിയായിട്ടുള്ള ഭഗവാന്റെ മാഹാത്മ്യങ്ങള് ശരിക്ക് കേൾക്കുക, കീർത്തിക്കുക. അതുപോലെ അല്ലെ എപ്പോഴും ഭഗവാന്റെ മഹിമകളെ കേൾക്കല്, കീർത്തിക്കല് തുടങ്ങിയിട്ടുള്ള അനുഷ്ഠാനങ്ങളെ കൊണ്ട് ഭക്തി വളരുന്ന സമയത്ത് മനസ്സില് സ്വതേയുള്ള വാസനകളൊക്കെ നശിക്കും. കർമ്മവാസനകൾ നശിച്ചാൽ മനസ്സ് ആത്മാവിലടങ്ങും. അതോടുകൂടെ അപ്പൊ ഭഗവാന്റെ മംഗളകരമായിട്ടുള്ള അവതാര ലീലകളെ കേൾക്കുക, കീർത്തിക്കുക. അങ്ങനെ ഭഗവാന്റെ മാഹാത്മ്യങ്ങളെ കുറിച്ച് സ്മരിച്ചുകൊണ്ട് നിസ്സംഗനായിട്ട് സഞ്ചരിക്കുക. ഇതുകൊണ്ട് മാത്രമേ മനസ്സടങ്ങുള്ളൂ. അല്ലാണ്ട് യോഗം കൊണ്ടോ തപസ് കൊണ്ടോ സമാധി കൊണ്ടൊന്നും പെട്ടെന്നൊന്നും മനസ്സടങ്ങാൻ പോണില്ല. ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സിലേക്ക് വരുന്ന ശബ്ദാദി വിഷയങ്ങളാണ് കർമ്മവാസനകളായിട്ട് തീർന്നിട്ട് മനസ്സിനെ പോഷിപ്പിക്കുന്നത്. നിസ്സംഗമായിട്ടുള്ള ജീവിതം കൊണ്ട് ഇന്ദ്രിയങ്ങൾ അടങ്ങും. അപ്പൊ പിന്നെ പുതിയ കർമ്മവാസനകൾ മനസ്സിലേക്ക് വരില്ല. ഭഗവാന്റെ മഹിമകളെ കേൾക്കലും കീർത്തിക്കലുമാകുന്ന അനുഷ്ഠാനം കൊണ്ടോ ഭക്തി വളരുമ്പോൾ മനസ്സിൽ സ്വതയുള്ള കർമ്മവാസനകൾ നശിക്കുകയും ചെയ്യും. അങ്ങനെ കർമ്മവാസനകൾ നശിച്ചാൽ മനസ്സ് ആത്മാവിലടങ്ങും. അതോട് കൂടിയിട്ട് ആത്മാവായിട്ടുള്ള തന്നിൽ നിന്ന് അന്യമായിട്ട് മറ്റൊന്നിന്റെയും പ്രതീതി ഉണ്ടാവില്ല. അപ്പൊ പിന്നെ ഈ ലോകത്തിന്റെ അനുഭവമില്ല, ആത്മാവിന്റെ അനുഭവം മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭഗവാന്റെ തിരുനാമങ്ങളെയും ലീലകളെയും ഉള്ളിൽ തട്ടി കീർത്തിക്കുന്നത് കൊണ്ട് ക്രമേണ ഭക്തി വളർന്ന് ഹൃദയം അലിഞ്ഞ് ആ പരമമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന ഈ അവസ്ഥയിൽ എത്തിച്ചേർന്ന ഭക്തന്റെ അവസ്ഥ എന്താ? ശരീരത്തെ മറക്കുന്നതാണ്. ആ ശരീരത്തെ മറന്ന് ഏവം വ്രതം സ്വപ്രിയ നാമകീർത്തിയ
ജാതാനുരാഗോ ധൃതചിത്ത ഉച്ചൈഹി ഹസത്യതോ രോദിതി രൗതി ഗായത്യുന്മാദവൻ നൃത്യതി ലോകഭാഗ്യ. ഇങ്ങനെയുള്ള ഭാവത്തില് എത്തിയ ഭക്തൻ, ഈ അവസ്ഥയിൽ എത്തിച്ചേർന്ന ഭക്തൻ സ്വയം മറന്നുകൊണ്ട് ചിലപ്പോൾ ചിരിക്കുക, ചിലപ്പോ കരിയുക, ചിലപ്പോ ആനന്ദ നൃത്തം വെക്കുക, അങ്ങനെയൊക്കെ പാട്ട് പാടുക, ഇതൊക്കെ ചെയ്യുന്ന കാണാം. ഇതൊക്കെ ഭക്തിഭാവം കൊണ്ട് ശരീരത്തെ വിസ്മരിക്കുമ്പോ, അല്ലെങ്കിൽ ശരീരത്തെ ഭക്തിഭാവം കൊണ്ട് വിസ്മരിച്ച ഒരു ഭക്തന്റെ അലൗകികമായിട്ടുള്ള ചേഷ്ടകളാണ് എന്നാണ്. അങ്ങനെ ഭക്തിഭാവം കൊണ്ട് ശരീരത്തെ മറന്ന് ആ മനസ്സ് ഭഗവാനെ തന്നെ ഉറപ്പിച്ചതായിട്ടുള്ള ഭക്തൻ ലോകത്തില് ഭഗവാനിൽ നിന്ന് അന്യമായിട്ട്, ആത്മാവിൽ നിന്ന് അന്യമായിട്ട് ഒന്നും കാണില്ല. പ്രപഞ്ചത്തിൽ എന്തൊക്കെ കാണുന്നുണ്ടോ, കം വായും അഗ്നിം സലിലം മഹിം ച ജ്യോതിംഷി സത്വാനി ദിശോ ദ്രുമാദിൻ സരിൽ സമുദ്രാം ച ഹരേ ശരീരം യൽകിഞ്ച ഭൂതം പ്രണമേതനന്യ. ഇവിടെ ആ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ഭക്തി വളരാനുള്ള ശ്രവണ കീർത്തനങ്ങളോടുകൂടെ ഒന്നിച്ച് അജ്ഞാനം നീങ്ങാനുള്ള സാധന അനുഷ്ഠിക്കണം. അതായത് ഇപ്പോ ഭക്തി കൊണ്ട് മനസ്സ് ശുദ്ധമായി ആ ഭഗവാനിൽ മനസ്സുറച്ചു കഴിഞ്ഞാൽ നോക്കുന്ന സകല ദിക്കിലും ആ ഭഗവാനെ മാത്രം, അല്ലെങ്കിൽ ആത്മഭാവത്തെ മാത്രമേ കഴിയുള്ളൂ. അതാണ് കം വായും അഗ്നിയും സരിലം മഹിം ജ. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, സൂര്യൻ, ചന്ദ്രൻ തുടങ്ങി ജ്യോതിസുകള്, പ്രാണികള്, ദിക്കുകള്, വൃക്ഷലതാദികള്, നദികള്, സമുദ്രങ്ങള് കൂടാതെ ഭൂതമാത്രമായ സകലതും തന്നെ ആ ഭഗവാന്റെ ശരീരമാണ്. തന്നെയും അന്യനെന്ന് കരുതാതെ ആ എല്ലാ, അതായത് കാണുന്ന സകലതും താനും ഉൾപ്പെടെ ഭഗവൽ ആ ഭാവം തന്നെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഭഗവത് സ്വരൂപമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് സകലത്തിനെയും നമസ്കരിക്കുക എന്നാണ്. അപ്പൊ എല്ലാറ്റിനെയും ഈശ്വരഭാവത്തില് ഇനി ഏകാദശി കുറച്ചുകൂടെ കഴിഞ്ഞാൽ പറയുന്നുണ്ടല്ലോ, പരീക്ഷത്തിന് ഉപദേശം കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഉദ്ധവൻ ഉപദേശം കൊണ്ട് പറയുന്നുണ്ടല്ലോ, അതായത് എന്ത് കണ്ടാലും എന്നാണ്, ആ ഉത്കൃഷ്ടമായിട്ടുള്ള വസ്തുക്കളിലും നികൃഷ്ടമായിട്ടുള്ള വസ്തുക്കളിലും ഈശ്വരന്റെ പ്രഭാവത്തെ കാണുക. അങ്ങനെ ഭേദഭാവന കൂടാണ്ട് സകലത്തിനെയും കൂടെ നമസ്കരിക്കുക. അപ്പൊ ഭക്തന്റെ ദൃഷ്ടിയിൽ കാണുന്നതൊക്കെ ഈശ്വരന്റെ സ്വരൂപാന്തരങ്ങള്. യാതൊന്നു കണ്ടതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണ അർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരി നാരായണായ നമ. അതന്നെയാണ് ഈ ശ്ലോകത്തിന്റെ സാരം. അതായത് കാണുന്നതിലൊക്കെയും ഈശ്വരന്റെ ഭാവത്തെ ആ തരത്തില് ആ ഭക്തി വളർന്നു കഴിഞ്ഞാല് പിന്നെ ആ ഭക്തി പരേശ അനുഭവോ വിരക്തി അന്യത്ര ചൈഷതൃക ഏകകാല പ്രപദ്യമാനസ്യ യഥാശ്നതസ്തുഷ്ടി പുഷ്ടി ക്ഷുത വായോനുഖാസം. ഇങ്ങനെ നിർവ്യാജമായിട്ട് ഭഗവാനെ ശരണം പ്രാപിക്കുകയും ഭജിക്കുകയും ചെയ്യുന്ന ആൾക്ക് ഇങ്ങനെയുള്ള പരമപ്രേമ രൂപത്തിലുള്ള ഭക്തിയും ഈശ്വരനെ കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനവും ഈശ്വര കാര്യങ്ങളിൽ അല്ലാതെ അന്യ വിഷയങ്ങളിൽ വിരക്തിയും ഉണ്ടാവും. ഭക്തിയും വൈരാഗ്യവും ജ്ഞാനവും എന്നാണ്. ഇവ മൂന്നും ഈശ്വരനെ ഭജിക്കുന്ന സമയം മുതൽ വർദ്ധിച്ചു വരും. അതെങ്ങനെയെന്നാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഓരോ ഉരുള കഴിക്കുന്തോറും നമുക്ക് തൃപ്തി കുറച്ച് കഴിഞ്ഞാലോ ഭക്ഷണം കഴിച്ചാൽ തുഷ്ടിയും പുഷ്ടിയും, അതായത് ഓരോ ഉരുള കഴിക്കുമ്പോൾ വിശപ്പടങ്ങും. പിന്നെ ആ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് തന്നെ നമുക്കൊരു ഏമ്പൊക്കെ വരും മതി എന്നുള്ള ഭാവത്തില്, അതൊരു സന്തോഷമാണ്. അത് കഴിഞ്ഞാലോ അത് നിരന്തരമായിട്ട് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ നിരന്തരമായിട്ട് ഭക്ഷണം കഴിച്ച്, അതായത് നിരന്തരം എന്ന് വെച്ചാൽ എപ്പോഴും ഭക്ഷണം കഴിക്കുക എന്നല്ല, ക്രമേണ നമ്മളിങ്ങനെ ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തുഷ്ടിയും പുഷ്ടിയും, അതായത് വിശപ്പടങ്ങും, ശരീരത്തിന് ഊക്കുണ്ടാവും, അതുപോലെ ശരീരത്തിന്റെ അതായത് സന്തോഷം ഉണ്ടാവും, പിന്നെ ശരീരത്തിന്റെ ഭാരം അങ്ങനെ കൂടിക്കൂടി വരും. ഇതുപോലെ എന്ന് കഴിച്ച ഭക്ഷണത്തിന്റെ ഭാവം കൊണ്ടാണ് ശരീരത്തിന് ഭാരം കൂടിയത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതിപ്പോ നിരന്തരം ഇവിടെ ചെയ്യുന്നത് കൊണ്ട് ആ നിരന്തരമുള്ള പ്രയത്നത്തിന്റെ ഫലമായിട്ട് നമുക്ക് വിശപ്പടങ്ങി ആ തുഷ്ടിയും പുഷ്ടിയും ലഭിക്കുന്നത് പോലെ ഈ തരത്തിൽ ഭഗവാനിൽ മനസ്സുറപ്പിച്ച് ഭഗവാനെ അതായത് ആശ്രയിക്കുന്ന ഭക്തന് ഈ പറഞ്ഞതുപോലെ ഭക്തിയും വിരക്തിയും ജ്ഞാനവും പ്രകാശിക്കുന്നതാണ്. അപ്പൊ ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാല് ആ ഭഗവത് ഭജനം നാമസങ്കീർത്തനം തുടങ്ങുന്ന സമയം മുതല് ഈ തരത്തിലുള്ള ഭക്തി വർദ്ധിച്ച് വൈരാഗ്യവും ജ്ഞാനവും പതുക്കെ നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കാൻ തുടങ്ങും. ഇങ്ങനെ ഇത്യച്യുതാംഗ്രിം ഭജതോ അനുവൃത്യ ഭക്തിർ വിരക്തിർ ഭഗവത് പ്രബോധ ഭവന്തി വൈ ഭാഗവതസ്യ രാജൻ തതസ്പരാം ശാന്തി ഉപൈതി സാക്ഷാൽ. ക്രമത്തില് ഇങ്ങനെ ഭഗവത് ഭജനം ചെയ്യുന്ന ഭക്തന്
ഭക്തിയും വൈരാഗ്യവും ഭഗവത് തത്വവിജ്ഞാനവും നിശ്ചയമായിട്ടും ഉണ്ടാകും. പിന്നെ ആ ആൾക്ക് ജനന മരണങ്ങളില്ലാത്ത പരമശാന്തിയെ പ്രാപിക്കാൻ വഴിയും. അതാണ് മോക്ഷം എന്ന് പറയുക. ഇങ്ങനെയാണ് ഭാഗവത ധർമ്മങ്ങളിലൂടെ, ഭാഗവത ധർമാനുഷ്ഠാനത്തിലൂടെ പരമഗതിയെ ജീവൻ പ്രാപിക്കുക എന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഇത്രയും കേട്ടപ്പോ അവിടെ നിമി മഹാരാജാവ് ചോദിക്കുകയാണ്, എന്നാൽ ഇങ്ങനെയുള്ള ഭക്തന്മാരുടെ ലക്ഷണങ്ങളെ കുറിച്ചൊന്ന് പറഞ്ഞു തരണം എന്നാണ് ആവശ്യപ്പെടുന്നത്. അതിനി ഹരി എന്ന യോഗീശ്വരനാണ് മറുപടി പറയുന്നത്. ഹരി എന്ന് വെച്ചാല് പാപങ്ങളൊക്കെ ഹരിച്ച ആള്, ഇല്ലാണ്ടാക്കിയ ആള്, നശിപ്പിച്ച ആള്. ആ പാപം ഇല്ലാത്ത ഒരാൾക്ക് മാത്രമേ മറ്റുള്ളവരെ ശരിയായിട്ട് മനസ്സിലാക്കാനായി കൊണ്ട് കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഭക്തന്റെ ലക്ഷണങ്ങൾക്ക് ഉത്തരം ഹരി എന്ന യോഗീശ്വരൻ പറയുന്നത്. ഇനി ആ ഹരി എന്ന യോഗീശ്വരന്റെ മറുപടിയാണ് ഭക്തന്റെ ലക്ഷണങ്ങളെ കുറിച്ച്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അനുസ്മരിക്കാം. ഏതായാലും ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇന്നിവിടെ സമർപ്പിക്കാം. ഇന്ന് ഈ യജ്ഞ സമർപ്പണം നടത്തി ഭഗവത് അനുഗ്രഹത്തിന് പാത്രീഭൂതരായി ധന്യധന്യനായിട്ടുള്ള മഹാത്മാവാണ് ലളിതാമ്മ മുട്ടട, തിരുവനന്തപുരത്തുള്ള അവരാണ്. ഒരു സുഹൃതിനിയാണ്. അവരുടെ ജന്മദിനം കൂടിയാണ് ഇന്ന്. കഴിഞ്ഞ ദിവസം അവർ എന്നെ വിളിച്ചു പറഞ്ഞു, ഇന്ന് എൻ്റെ ജന്മദിനാണ്, ഇന്നത്തെ സമർപ്പണം എൻ്റെയാണ്. അപ്പൊ ആചാര്യൻ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം എന്ന് എപ്പോഴും ആ പ്രാർത്ഥന നമുക്കുണ്ട്. എല്ലാവർക്കും ക്ഷേമം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥന എന്നും നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോ ഇന്നിപ്പോ ഈ തരത്തിലൊരു സമർപ്പണം നടത്തി, അതും ഈ ജന്മദിനത്തിൽ ഇങ്ങനെ സമർപ്പണം നടത്താൻ കഴിഞ്ഞത് തന്നെ ആ അമ്മയുടെ സുഹൃതം തെളിയിക്കുകയാണ്. ജന്മജന്മാന്തരങ്ങളിലുള്ള ഈശ്വര ഭജനത്തിന്റെ പ്രഭാവം കൊണ്ടാണ് അവർക്ക് ഇന്നിപ്പോ ഇങ്ങനെ ഒരു സുദിനത്തില് ആ വേണ്ടതുപോലുള്ള ആ കർമ്മം ചെയ്യാനായിക്കൊണ്ട് കഴിഞ്ഞത്. ഏതായാലും അവരുടെ അവർക്ക് അല്ലെങ്കിൽ ആ ലളിതാമ്മ അവർക്ക് ഭഗവത് അനുഗ്രഹം, ആയുരാരോഗ്യ സൗഖ്യം നമുക്ക് പ്രാർത്ഥിക്കാം. അല്ല അതുപോലെ തന്നെ അവരുടെ ഈ തരത്തിലുള്ള പ്രവൃത്തി കൊണ്ട് എത്രയോ ആളുകൾക്ക് ഇപ്പോ ഈ സത്സംഗത്തിൽ പങ്കെടുത്ത് അതിൽ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും അതിനനുസരിച്ച് മനസ്സ് ഭഗവാനിൽ ഉറപ്പിച്ചുകൊണ്ട് ജീവിതത്തെ നയിക്കണം എന്നൊരു ചെറിയൊരു പ്രേരണയെങ്കിലും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്നും ഇല്ലാതിരിക്കില്ല. അപ്പൊ അതിനുള്ള കാരണം ഇന്ന് സമർപ്പണം നടത്തിയിട്ടുള്ള ആ ധന്യാത്മാവാണ്. അപ്പൊ ആ ധന്യാത്മാവിന് ആ ഭഗവാന്റെ അനുഗ്രഹം വീണ്ടും വീണ്ടും ഉണ്ടാവട്ടെ. പ്രത്യേകിച്ച് ഈ പിറന്നാൾ ദിനത്തില് എല്ലാവരും മനസ്സിൽ ഭഗവാനെ കണ്ടുകൊണ്ട് അവർക്ക് ആയുരാരോഗ്യ സൗഖ്യം ആശംസിക്കുക. ഭഗവാൻ ഇനിയുള്ള സന്ദർഭങ്ങളിലും അവർക്ക് ഈ തരത്തിലുള്ള തൽപ്രവൃത്തികൾ ചെയ്യാനുള്ള കഴിവും സന്മനസ്സും ഭഗവാൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിലും ഓരോരുത്തര് സമർപ്പണത്തിനായിട്ട് മുന്നോട്ട് വരിക. ഭഗവാൻ നമുക്ക് നേരിട്ട് തന്ന ഒരു അവസരമാണ് ഭഗവാനെ സേവിക്കാൻ. ഈ തരത്തിലുള്ള ഭഗവത് സേവ കൊണ്ട് മാത്രമേ നമ്മുടെ ജീവിതം ധന്യമായിട്ട് തീരുള്ളൂ എന്ന് ഒരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സത്സംഗത്തെ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കാം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.